ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മളുടെ ബൈബിൾ സ്റ്റഡിയുടെ ആദ്യത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 5 മുതലുള്ള അധ്യായങ്ങളിലെ വേദഭാഗമാണ്. തുടർമാനമായി പഠിക്കാനായിട്ട് കർത്താവ് നമുക്ക് അവസരം നൽകുന്നുവെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ തന്നെ ഒരു വാക്യം മാത്രം, 24-ാം വാക്യം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യനാകും എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ ആകുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കുറച്ചുകൂടെ കൃത്യതയുണ്ട്. ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട്. ഇപ്പം ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങൾ അടിസ്ഥാനമാണെന്നാണ്, ഫൗണ്ടേഷൻ. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയാവുന്ന ഒരു വീടിൻ്റെ ഫൗണ്ടേഷനാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയമുള്ള കാര്യമല്ല. അങ്ങനെ ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എൻ്റെ വചനങ്ങളാണ് എന്ന് കർത്താവ് കൃത്യമായിട്ട് പറയുന്നു. കർത്താവിൻ്റെ വചനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട വാക്കെന്താണ്? ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും. ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇത് പറയുന്നത്. അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ്. ഒരുപക്ഷെ യേശുവിൻ്റെ എല്ലാ വചനങ്ങളും ഒരുപോലെ പ്രധാനമാണ്. എങ്കിലും യേശു ഇവിടെ അടിസ്ഥാന വചനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് മറ്റൊന്നുമല്ല, നാം ഇവിടെ പഠിക്കാൻ പോകുന്നതായ യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. അതുകൊണ്ട് യേശു കർത്താവ് പറയാണ് എൻ്റെ ഈ വചനങ്ങളെ കേട്ട്. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ മറ്റ് വചനങ്ങളൊന്നും പ്രധാനമല്ലെന്നല്ല. പക്ഷേ യേശുവിൻ്റെ വചനങ്ങളുടെ ഒരു ഒന്ന് സമ്മറൈസ് ചെയ്താൽ യേശുവിൻ്റെ വാക്കുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കണമെങ്കിൽ അതിന് എല്ലാം കൂടെ ഒന്ന് അബ്രിഡ്ജ് ചെയ്ത് പഠിച്ചാൽ അടിസ്ഥാനപരമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, യേശുവിൻ്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അവൻ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഈ അടിസ്ഥാനം നമ്മൾ ഇടുകയാണെങ്കിൽ അവൻ്റെ ബാക്കിയുള്ള വചനങ്ങളെല്ലാം ചേർത്താണ് നമ്മൾ പണിയുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഈ അടിസ്ഥാനം ഇട്ടില്ല എങ്കിൽ ആ വീട് മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാണ്. അത് പെട്ടെന്ന് തകർന്നു പോകും. പക്ഷെ ഇതാണ് അടിസ്ഥാനം എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ എത്ര ആഴത്തിൽ, എത്ര ഹൃദയം തുറന്ന് നമ്മളിതിനെ സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിവാഞ്ച, ഒരു ദാഹം ഇതറിയാനായിട്ട്. പക്ഷേ എന്തോ നമ്മുടെ സഭകളിൽ ഏറ്റവും കുറച്ച് പ്രസംഗിക്കപ്പെടുന്ന ഒരു വേദഭാഗമാണ് ഗിരിപ്രഭാഷണം. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയോ, ഈ അടുത്ത സമയത്ത് നിങ്ങൾ എത്ര പ്രസംഗങ്ങൾ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എന്നോട് പറയൊന്നും വേണ്ട. പക്ഷേ കേട്ടിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നോട് പറഞ്ഞിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത കാലത്തൊന്നും ഗിരിപ്രഭാഷണത്തിൽ നിന്ന് ഒരു സന്ദേശം ഞങ്ങളുടെ സഭയിൽ പ്രസംഗിച്ച് കേട്ടിട്ടില്ല എന്ന്. ഒരു പക്ഷേ ചില സഭകളിൽ ഏതെങ്കിലും ഒരു പാസ്റ്ററൊക്കെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഭാഗം പറയുമ്പോഴും നമുക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുന്നതായ വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ടത്, പണിയേണ്ടത്, ആശ്വാസം ലഭിക്കുന്നതും പണിയുന്നതും രണ്ടാണ് അല്ലേ? അപ്പോൾ പണിയേണ്ടത് എന്ന് പറയുമ്പോൾ ജീവിതത്തിന് രൂപാന്തരം വരുത്തേണ്ടതായ ഈ വേദഭാഗത്തെ വചനങ്ങൾ സ്പെസിഫിക്കായിട്ട് ഇങ്ങനെ പണിതില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകാൻ പോകുകയാണെന്ന് പറയുന്ന ഒരു പ്രീച്ചർ നിങ്ങളുടെ ചർച്ചിൽ വന്നിട്ട് എത്ര കാലമായി? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനകത്ത് നിന്ന് അമർത്തിക്കുലുക്കി കവിയുന്ന അളവ് നിങ്ങൾക്ക് മടക്കി തരുമെന്ന് പറഞ്ഞിട്ടുള്ള പാസ്റ്റർമാരൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതല്ല ഞാൻ പറഞ്ഞത്. ഈ വാക്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ, അവൻ്റെ ഈ വചനങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾ വീട് പണിയുന്നില്ലെങ്കിൽ, നിങ്ങൾ സഭ പണിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതം പണിയുന്നില്ലെങ്കിൽ
നിങ്ങൾ നഷ്ടപ്പെടുവാൻ പോകുകയാണ് എന്ന് പറയുന്ന ഒരു പ്രസംഗകൻ അതാണ്. അപ്പോൾ ഇതാണ് അടിസ്ഥാനമെങ്കിൽ എത്ര ആഴത്തിൽ നമ്മളിതിനെ മനസ്സ് കൊടുക്കണം. ഇത് പഠിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ആവശ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാക്കുകൾ പൂർണ്ണമായും യേശുവിൻ്റെ വാക്കുകളാണ്. ഇത് കൊട്ടേഷൻസ് അല്ല. പലപ്പോഴും മറ്റു പലരും പറഞ്ഞതിൽ നിന്ന് കർത്താവ് എടുത്തു പറയുന്ന കാര്യങ്ങളല്ല. ഇത് അടിസ്ഥാനപരമായി യേശുവിൻ്റെ തന്നെ വാക്കുകളാണ്. അതുകൊണ്ടാണ് പല ഭാഗങ്ങളും ശാസ്ത്രിമാർ പറയുന്നതിൽ നിന്ന് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന നിലയിൽ കർത്താവ് പറയുന്നു, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഓർപ്പിക്കുന്നതായ വേദഭാഗം. ഇത് പഠിക്കണമെങ്കിൽ യേശു എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിച്ചതെന്നറിയണം. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ, യേശുവിനെ അറിയാതെ ഈ യേശുവിൻ്റെ വാക്കുകൾ പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്നല്ല, അത് ശരിയാകത്തില്ല. ഇതിൻ്റെ അക്ഷരങ്ങൾക്കും അപ്പുറത്ത് യേശുവിൻ്റെ മനസ്സാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് യേശു എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ആദ്യം ഒന്ന് പരിശീലിക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണ്. അതുതന്നെയാണ് മത്തായി എഴുതുമ്പോഴും അങ്ങനെയാണ്. മത്തായി എഴുതുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞ ഗിരിപ്രഭാഷണത്തിലല്ല മത്തായി തൻ്റെ പുസ്തകം തുടങ്ങുന്നത്. ആദ്യം മത്തായി യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയുള്ള വ്യക്തിയാണ് യേശു, എന്താണ് യേശുവിൻ്റെ ഉദ്ദേശ്യം, എന്തിനു വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്, എന്താണ് യേശുവിന് പ്രൊക്ലെയിം ചെയ്യാനുള്ളത്. അതിനുശേഷമാണ് യേശുവിൻ്റെ ടീച്ചിങ്സ് മത്തായി പഠിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെ യേശു ആരാണ്, എന്തിനു വേണ്ടിയാണ് വന്നത്, എന്ത് ലക്ഷ്യത്തോടുകൂടിയാണ് യേശു ഭൂമിയിൽ ജീവിച്ചത്, അല്ലെങ്കിൽ എന്തായിരുന്നു യേശുവിൻ്റെ മനസ്സിലുള്ള ആത്യന്തിക ലക്ഷ്യം, ഇതൊക്കെ ആദ്യത്തെ 4 അധ്യായങ്ങളിലൂടെ നമുക്കൊന്ന് വെളിപ്പെടുത്തി തന്നതിന് ശേഷം യേശുവിൻ്റെ വാക്കുകൾ 5-ാം അധ്യായത്തിൽ തുടങ്ങുകയാണ്. അപ്പോൾ ഈ അടിസ്ഥാന പഠനം ഇല്ലാതെ നമുക്ക് ഈ വാക്കുകൾ പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്താണ് മത്തായിയുടെ സുവിശേഷം? നമ്മൾ അതിൻ്റെ 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ മുതൽ അവിടെ കാണുന്നത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ്. ഇറ്റ് സേസ് അബൌട്ട് ദ ബർത്ത് ഓഫ് ജീസസ്. മത്തായി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം വിവരണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവ് ആയ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സില്ലായ്മ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ആലോചിച്ചു. എന്നാൽ ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫ് നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു എന്തിനു വേണ്ടി വന്നു എന്നാണ് മത്തായി ആദ്യം പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ ഉപദേശങ്ങളല്ല, യേശുവിനെയാണ് മത്തായി ആദ്യം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇവിടെ നമ്മളും യേശുവിൻ്റെ ഉപദേശങ്ങൾ പഠിക്കുമ്പോൾ അതിന് മുന്നിലായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് യേശു വന്നത്, എന്തിനു വേണ്ടി, ഫോർ വാട്ട് റീസൺ ജീസസ് കെയിം ടു ദിസ് വേൾഡ്. അവിടെ പറയുന്നത് അവൻ്റെ പേരെന്തായിരിക്കണമെന്നാണ്. ഇറ്റ് ഷുഡ് ബി ജീസസ്. അവനെ നിങ്ങൾ എന്താ വിളിക്കേണ്ടത്? യേശു എന്ന് പേർ ഇടണം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രക്ഷിതാവ്, ജോഷുവ, യഹോവ ഈസ് സാൽവേഷൻ, യഹോവയാണ് രക്ഷകൻ എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ എന്താണ് യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ യേശു വന്നത് എന്തിനു വേണ്ടിയാണ്? വിമോചകനായാണ്, രക്ഷകനായിട്ടാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്. എന്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കുവാൻ? അതാണ് ചോദ്യം. എന്തിൽ നിന്നെന്ന് ചോദിച്ചാൽ അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്ക കൊണ്ട്. അപ്പോൾ അവൻ രക്ഷകനാണ്, അല്ലെങ്കിൽ വിമോചകനാണ് തന്നെയല്ല, എന്തിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നതെന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനിത് ഓർപ്പിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മളുടെ എംഫസിസ് എന്താണ്? സുവിശേഷകൻ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ആ സുവിശേഷകൻ്റെ എംഫസിസ് എന്താണെന്നുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യേശു ഭൂമിയിൽ വന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, അവൻ എന്തിനു വേണ്ടി വന്നു എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. വൈ ജീസസ് കെയിം ടു ദിസ് വേൾഡ്? വെൻ ജീസസ് വാസ് ഇൻ ദിസ് എർത്ത്,
in the face of this planet Earth, he was doing a lot of things. അവൻ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവൻ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അവൻ കരയുന്ന ആളുകളോട് കൂടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അവൻ ഒലിവുമലയ്ക്ക് പാട്ടുപാടി പോയിട്ടുണ്ട്. അവൻ സന്തോഷിച്ചിട്ടുണ്ട്. അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ യേശു ഭക്ഷണം കഴിക്കാനല്ല ഭൂമിയിലേക്ക് വന്നതാണോ? അല്ല. യേശു ഒന്ന് കരയാൻ വേണ്ടിയും അല്ല വന്നത്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം നമ്മുടെ ദൗത്യത്തിൻ്റെ കോറല്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ദൗത്യം, നമ്മുടെ മിഷൻ, അതിനൊരു കോർ പോയിന്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇതേപോലെ യേശുവിൻ്റെ ഭൂമിയിലേക്ക് വന്ന ദൗത്യം, എന്തിനു വേണ്ടി യേശു ഭൂമിയിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ കരയാൻ വന്നതല്ല, അവൻ ഭക്ഷണം കൊടുക്കാൻ വന്നതല്ല. വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയും വന്നതല്ല. അവൻ രോഗികളെ സൗഖ്യമാക്കി എന്നുള്ളത് വേറെ കാര്യം. അവൻ്റെ വരവിൻ്റെ പ്രഥമമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാണ്. എന്ത്? അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്കെ കൊണ്ട് അവന് യേശുവെന്ന് പേർ വിളിക്കണം. അപ്പം ഇതാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ എംഫസിസ്. ഒരാൾ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ പ്രഥമമായി പറയേണ്ട കാര്യം ഇതാണ്. ഞാനിപ്പോൾ ഒരു കൺട്രിയുടെ അംബാസഡറായിട്ടൊരു രാജ്യത്തേക്ക് ചെല്ലുകയാണെങ്കിൽ, ഞാനവിടെ ചെന്ന് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ, ഞാൻ ചെന്നപ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണെന്ന് വെച്ചു. ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ എന്നെ ആരെങ്കിലും പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് പറയുന്നത്, ഇദ്ദേഹത്തെ അറിയത്തില്ല, ഇദ്ദേഹമാണ് നമ്മുടെ ഈ ഹോളിഡേ ഇന്നിൽ താമസിക്കുന്ന ആൾ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അല്ല, ഞാൻ താമസിക്കുന്ന ചിലപ്പോൾ ഹോളിഡേ ഇന്നിലായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ അവിടുത്തെ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിച്ചതിരിക്കും, ഷോപ്പിംഗ് നടത്തുന്നിരിക്കും. പക്ഷെ ഞാൻ വന്നത് ഷോപ്പിംഗ് നടത്താനോ ഹോട്ടലിൽ താമസിക്കാനൊന്നും അല്ല. ഞാൻ വന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കുവാനാണ്. എൻ്റെ രാജ്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ അക്കൂട്ടത്തിൽ ഞാൻ ഇന്ത്യക്കാരനായ ഒരാളെ കാണുമ്പോഴത്തേക്ക് അയാളുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടായി, അയാളെ ഞാൻ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തെന്നിരിക്കും. അയാൾ ചിലപ്പോൾ കുറച്ച് പൈസ കൊടുത്തെന്നിരിക്കും. അതല്ലെങ്കിൽ അയാളുടെ ഒരു പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തു കൊടുത്തെന്നിരിക്കും. അയാൾക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തു കൊടുത്തെന്നിരിക്കും. പക്ഷേ ഞാൻ ചെന്നത് ഇന്ത്യക്കാരനായ ഒരു വ്യക്തിയെ അവിടെ കണ്ട് അയാളുടെ ഈ ഒരു പ്രതിസന്ധിയിൽ അയാളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ല ഞാൻ പോയത്. പക്ഷേ എൻ്റെ സ്വഭാവത്തിന് എനിക്കത് ചെയ്താലേ പറ്റുള്ളൂ, ഞാനത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചെന്നത് എന്തിനാണെന്നുള്ളത് മറന്നു പോകാൻ പാടില്ല. ഇതേപോലെ ഒരു വ്യക്തി യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ, ഒരു പ്രസംഗകൻ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ, യേശുവിനെ പരിചയപ്പെടുത്തേണ്ടത് അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനെന്ന നിലയിലല്ല. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ യേശു വന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാനല്ല. യേശു വന്നത് കുറച്ച് കടക്കാരുടെ കടം തീർക്കാനുമല്ല. അവൻ കടക്കാരുടെ കടം മാറ്റിക്കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ യേശു വന്നത് എന്തിനു വേണ്ടിയാണ്? കടക്കാരുടെ കടം മാറ്റിക്കൊടുക്കാൻ വേണ്ടിയല്ല. അവൻ വന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടെയാണ്. എന്താണ് ലക്ഷ്യം? അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേര് വിടണം. യേശു വന്നത് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് അവൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനാണ്. അപ്പോൾ അതുകൊണ്ട് എംഫസിസ് എപ്പോഴും എന്തായിരിക്കണം? പാപമോചനം എന്ന് പറയുന്ന കാര്യമായിരിക്കണം എംഫസിസ്. അതുമാത്രമേ എല്ലാവരും അംഗീകരിക്കുവാൻ. നമ്മൾ തിമോത്തിയോസിൻ്റെ ലേഖനം വായിക്കുമ്പോഴും 1 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം ആകുന്നു. എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. എന്താണ് ഈ വാക്യത്തിൻ്റെ പ്രത്യേകത? ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം എന്ന് പറയാൻ പറ്റത്തില്ല. യേശു ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കിയിട്ടില്ലേ? ഉണ്ട്. യേശു കണ്ണ് കാണാൻ വയ്യാത്ത ആളുകളെ, കുരുടന്മാരായ ആളുകൾക്ക് കാഴ്ച കൊടുത്തിട്ടില്ലേ? ഉണ്ട്. യേശു കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാനായി ഭൂമിയിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാണാവുന്ന ആളുകൾ പറയും, എന്നാൽ പിന്നെ കുരുടന്മാരെല്ലാം കൂടെ യേശുവിൻ്റെ പിന്നാലെ പോയിക്കോട്ടെ, എനിക്കിപ്പോൾ പോയിട്ട് വലിയ അത്യാവശ്യമൊന്നും ഇല്ല. എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമല്ല യേശു കുരുടന്മാരെ സൗഖ്യമാക്കി എന്ന് പറയുന്നത്. യേശു മാറാരോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷെ മാറാരോഗമില്ലാതെ ജീവിക്കുന്ന, ഒരുമാതിരി ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരാളോട് നമ്മൾ പറയുകയാണ് ക്രിസ്തുയേശു ഭൂമിയിലേക്ക് വന്ന് മാറാരോഗികളെ സൗഖ്യമാക്കി എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഐ എം സോറി, ഇപ്പം എനിക്ക് വലിയ അത്യാവശ്യമില്ല. ഇനി യേശു കടക്കാരെ വിടുവിക്കുവാൻ, എത്ര വലിയ കടക്കാരെയും യേശു കർത്താവ് വിടുവിക്കും, കടത്തിൽ നിന്ന് വിടുതൽ നൽകാനായിട്ട് യേശു വന്നിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമല്ല.
കാര്യം എല്ലാവരും കടക്കാരൊന്നുമല്ല, ഇല്ലേ? കടം വാങ്ങിച്ചിട്ടില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. ക്രിസ്തുയേശു കടക്കാരെ വിടുവിക്കുവാനായിട്ട് ലോകത്തിലേക്ക് വന്നു എന്ന് ഒരാൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം അല്ല. എന്നാൽ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ ഒരു വചനമേ ഉള്ളൂ. എന്താണ്? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് പറയുന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. എന്തുകൊണ്ട്? ലോകത്തിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യരും എങ്ങനെയുള്ളവരാണ്? പാപികളാണ്. അപ്പോൾ യേശുക്രിസ്തു ലോകരക്ഷകനാകുന്നത്, ലോകവിമോചകനാകുന്നത്, എല്ലാവരുടെയും വിമോചകനാകുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്. എന്ത് കാര്യത്തിൽ? അവൻ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്കുക കൊണ്ട് അവന് യേശു എന്ന പേർ വിളിക്കണം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പം അതുകൊണ്ട് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവർ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എന്ത്? അവർ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പ്രഥമമായി പാപങ്ങളുടെ വിമോചനത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രൻ എന്ന നിലയിലായിരിക്കണം. അങ്ങനെയാണ് അപ്പോസ്തലന്മാർ, സുവിശേഷകർ നമുക്ക് യേശുവിനെ പരിചയപ്പെടുത്തി തരുന്നത്. മറ്റു കാര്യങ്ങൾ കർത്താവ് ചെയ്യത്തില്ലേ? തീർച്ചയായിട്ടും ചെയ്യും. കാര്യം അവൻ മനസ്സലിവുള്ളവനാണ്. അവൻ മനസ്സലിവുള്ളവനായതുകൊണ്ട് നമ്മൾ ചില അബദ്ധങ്ങൾ കാണിച്ചാലും, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ വരുന്നതൊന്നും സ്വാഭാവികമായി വരുന്നൊന്നുമല്ല. നമ്മൾ പലപ്പോഴും എന്ത് കാണിച്ചിട്ടാ? വല്ല അബദ്ധങ്ങളൊക്കെ കാണിച്ചിട്ടാണ്, പല അബദ്ധങ്ങൾ കാണിച്ചിട്ടാണ്, പല മിസ്റ്റേക്സ് കാണിച്ചതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ആളുകളോട് ചെന്ന് ചോദിച്ചാൽ ഉടനെ നീ എന്തോ ഓർത്തോണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കും. ഒന്നും ഓർത്തോണ്ടല്ലേ, ഇങ്ങനെയൊക്കെ വരുമെന്ന് ഓർത്തായിരുന്നെങ്കിൽ നേരത്തെ ചെയ്യത്തില്ലായിരുന്നു, ഇല്ലേ? ഒന്നും ഓർത്തോണ്ട് ചെയ്തതൊന്നും അല്ല, ഇങ്ങനെ സംഭവിച്ചു പോയി. പക്ഷേ ഈ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രം കർത്താവ് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, മോനെ നീ ഒത്തിരി അബദ്ധം കാണിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഒന്നും നീ പറയണ്ട. നീ ഇപ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധിയിലാണെന്നുള്ളത് എനിക്കറിയാം, ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറാണ്. കാര്യം കർത്താവ് എങ്ങനെയുള്ളവനാണ്? മനസ്സലിവുള്ളവനാണ്, കരുണയുള്ളവനാണ്, അവൻ മേഴ്സിഫുള്ളാണ്, അവൻ കമ്പാഷൻ ഉണ്ട് അവന്. അതുകൊണ്ട് അവൻ തൻ്റെ കരുണ നമ്മളോട് കാണിക്കും. നമ്മളുടെ അബദ്ധങ്ങൾ നമ്മൾ വരുത്തി വെച്ച അബദ്ധങ്ങളെപ്പോലും മാറ്റി അവൻ എന്തു ചെയ്യും? നമ്മളെ സഹായിക്കും. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഒരു പ്രസംഗകൻ അല്ലെങ്കിൽ നിങ്ങൾ സാക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. പക്ഷേ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന വിമോചന സന്ദേശം പറയാതെ നിങ്ങൾക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് എത്ര കടമുണ്ടായാലും, എത്ര പ്രതിസന്ധി ഉണ്ടായാലും, എത്ര രോഗമുണ്ടായാലും അതിലെല്ലാം നിങ്ങളെ സഹായിക്കാൻ ഒരുപക്ഷെ വേറെ ആർക്കെങ്കിലുമൊക്കെ കഴിഞ്ഞിരുന്നേനെ. സം അതർ പീപ്പിൾ ഓൾസോ കുഡ് സെർട്ടൻലി ഹെൽപ്പ് യു. ഏതെങ്കിലും രീതി. ഇപ്പോൾ ധനികനായ ഒരു വ്യക്തി നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കടം മാറ്റാൻ പറ്റത്തില്ലേ? നിങ്ങളെക്കാൾ വളരെ ധനികനായ ഒരു വ്യക്തി നിശ്ചയിച്ചാൽ നിങ്ങളെ കടം മാറ്റാൻ പറ്റത്തില്ലേ? ഇല്ലേ? യേശു വന്നില്ലെങ്കിൽ തന്നെ എത്രയോ പേരുടെ കടം അവരുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ അങ്ങനെ കുറവാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. സോ യേശുവിൻ്റെ ഇടപെടലില്ലാതെ തന്നെ വേണമെങ്കിൽ ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാം. അതിനുദാഹരണമായിട്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വാക്യങ്ങൾ എടുത്ത് വായിക്കുകയല്ല, ഞാൻ സ്റ്റോറി നിങ്ങൾക്കറിയാം. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഇതിനകത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അന്ന് യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയ ആളുകൾ ഒരാൾ പോലും അപ്പം കിട്ടുമെന്ന് വെച്ച് പോയവരല്ല. ആണോ? അവരാരും അപ്പം കിട്ടുമെന്ന് വെച്ച് പോയതല്ല. അവരെല്ലാവരും യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയതാ. യേശു അവിടെ നോട്ടീസ് അടിച്ചോ? യോഗത്തിന് ശേഷം ഉച്ചഭക്ഷണവും ക്രമീകരിക്കുന്നതാണെന്നുള്ള നോട്ടീസ് അടിച്ചോ? ഒന്നുമില്ലല്ലോ. പക്ഷെ എന്താണ്? യേശുവിൻ്റെ മനസ്സലിവ് കൊണ്ട്, യേശു അവരെ വിശന്നവരായി വിടുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? അവർക്ക് ഭക്ഷണം കൊടുത്തു. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇന്നലെ വന്ന ഒരു വ്യക്തിയും അപ്പം തിരക്കി വന്നവരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ പിറ്റേ ദിവസം യോഗം കേൾക്കാൻ വന്നവർ പിറ്റേ ദിവസം ചെന്നത് എന്തിനാണെന്നറിയാമോ? പ്രസംഗം കേൾക്കാനല്ല, അപ്പം തിരക്കിയാണ് വന്നത്. ഇതാണ് വാസ്തവത്തിൽ അപ്പം കൊടുക്കുമ്പോഴുണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത്. പ്രസംഗം കേൾക്കാൻ വരുന്നവനുകൂടെ നാളെ തൊട്ട് അപ്പം തിന്നാൻ വരുമെന്നുള്ളതാണ്. അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അവരിതൊന്നും ഓർത്തൊന്നുമല്ല. ആദ്യത്തെ ദിവസം വന്നത് അപ്പം തിരക്കി ഒന്നുമല്ല വന്നത്. പക്ഷെ ഒരു ദിവസം അപ്പം കിട്ടിയപ്പോൾ പിറ്റേ ദിവസം അവർക്ക് പ്രസംഗം വേണ്ട, എന്തോ മതി, അപ്പം മതി. ഇതാണ് വലിയൊരു അപകടം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു അപകടകരമായ ഒരു കാര്യമാണ്. പക്ഷെ കർത്താവ് അപകടം പെട്ടെന്ന് തന്നെ മണത്തറിഞ്ഞു. കർത്താവ് അതുകൊണ്ട് പിറ്റേ ദിവസം അവർക്ക് എന്ത് ചെയ്തില്ല? അപ്പം കൊടുത്തില്ല. അപ്പോൾ അപ്പം കൊടുക്കാനൊരു സമയമുണ്ട്, അപ്പം നിഷേധിക്കാനും ഒരു സമയമുണ്ട്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ 2 സമയങ്ങളും ഉണ്ട്. അപ്പം കൊടുക്കാനൊരു സമയമുണ്ട്, അപ്പം നിഷേധിക്കാനുമുള്ള സമയമുണ്ട്. പിറ്റേ ദിവസം കർത്താവ് പറഞ്ഞു, ഇന്നലെ മനസ്സലിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? അപ്പം തന്നു. പക്ഷേ
നിങ്ങൾ അപ്പം തിന്നു, അടയാളം കണ്ടില്ല. അതിനോട് ചേർന്ന് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി അല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. എന്താ അതിൻ്റെ അർത്ഥം? ഇന്നലെ ഞാൻ തന്ന അപ്പം നശിച്ചു പോകുന്ന ആഹാരമായിരുന്നാണ് കർത്താവ് പറയുന്നത്. നശിച്ചു പോയതുകൊണ്ടാണല്ലോ ഇന്ന് അത് വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പിന്നെ വേണ്ടി വരത്തില്ലല്ലോ. ഇന്നലെ കൊടുത്ത ഭക്ഷണം നശിച്ചു പോകുന്നതല്ലായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് വിശക്കുമായിരുന്നോ? ഇല്ല. അപ്പം അതിൻ്റെ അർത്ഥം ഒരു ദിവസത്തേക്ക് മാത്രമേ കർത്താവ് കൊടുത്ത അപ്പം അവർക്ക് പ്രയോജനപ്പെട്ടുള്ളൂ. പിറ്റേ ദിവസം അവർക്ക് എന്തില്ല? അവർക്ക് അപ്പമില്ല, അവർക്ക് വിശപ്പുണ്ട് താനും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അപ്പം കർത്താവ് തന്നതാണെങ്കിലും ഭൂമിയിലെ അപ്പം ആര് തന്നല്ല, കർത്താവ് തന്നതാണെങ്കിലും പിറ്റേ ദിവസം വിശക്കും. കാര്യം ഒരിക്കലും നിങ്ങൾ ആ അപ്പത്തിലല്ല ആശ്രയം വെക്കേണ്ടതെന്ന് കർത്താവ് പറയുകയാണ്. കാര്യം ആ അപ്പം തിന്ന നിങ്ങൾക്ക് ഇന്ന് എന്തില്ല, നിങ്ങൾ അത് നശിച്ചു പോകുന്ന ആഹാരമായിരുന്നു, ഇപ്പോൾ നിലനിൽക്കുന്നില്ലല്ലോ, ഇന്ന് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരേണ്ടത് എന്തിനു വേണ്ടിയാണ്? നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പീൻ. ആഹാരം തിരക്കി ചെല്ലുന്ന വ്യക്തികൾക്ക് ദൈവം എന്ത് ചെയ്തില്ല? ആഹാരം കൊടുത്തില്ല. എന്നാൽ പ്രസംഗം കേൾക്കാൻ ചെന്നവർക്ക് കർത്താവ് എന്ത് കൊടുക്കുന്നു? ആഹാരം കൊടുക്കുന്നു. അവരുടെ നീഡിൻ്റെ സമയത്ത് കർത്താവ് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇന്നൂടി ഇവർക്ക് ഭക്ഷണം കൊടുത്താൽ ഉണ്ടല്ലോ, പിന്നെ കൈകൊണ്ട് മെയ് ചൊറിയാത്ത പാർട്ടികളായി പോകുമാർ. ചാരിറ്റിയുടെ ഒക്കെ പലപ്പോഴും ഉണ്ടാകുന്ന വലിയ പ്രശ്നം ഇതാണ്. ചാരിറ്റിയുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഞാൻ ആഫ്രിക്കയിൽ ഒത്തിരി കാണുന്നുണ്ട്. അതുകൊണ്ടുകൂടെ പറയുന്നത്, ഓരോ അനുഭവങ്ങളാണല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ചാരിറ്റി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു മനുഷ്യനെ അധ്വാനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയല്ല, അധ്വാനിക്കുന്നവന് ജീവിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതാണ് വാസ്തവത്തിൽ എന്ത് പറയുന്നത്? ചാരിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ അധ്വാനിക്കാതെ ജീവിക്കാൻ മനുഷ്യനെ സഹായിക്കുന്നതല്ല ചാരിറ്റി. അധ്വാനിക്കുന്നവന് എന്താണ്? ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സാഹചര്യം അവന് ഉണ്ടാക്കി കൊടുക്കുക. അധ്വാനിക്കാൻ കഴിയാത്തവരെ എത്ര സഹായിക്കുന്നതിനകത്തും പ്രശ്നമൊന്നുമില്ല. അധ്വാനിക്കാൻ കഴിയാത്ത വ്യക്തികളെ, അത് വേറെ കാര്യം. അപ്പോൾ ചാരിറ്റി എന്ന് പറയുന്നത് ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാകരുത്. ചാരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ജനങ്ങളെ അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായിരിക്കണം. ഇവിടെ യേശു കർത്താവ് പറയുന്ന ഈ വാക്കിൻ്റെ അതിൻ്റെ ആ ഒരു ആത്യന്തികമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ആ വാക്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ ഞാൻ തന്ന ആഹാരം അത് നശിച്ചു പോകുന്ന ആഹാരമായിരുന്നു. അത് തരാൻ ഇപ്പം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട വലിയ അത്യാവശ്യമൊന്നുമില്ല. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ തന്നെ വരണമെന്നില്ല. ഇപ്പോൾ ഹേരോദാവ് നിശ്ചയിച്ചാലും 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ പറ്റും. ഹേരോദ രാജാവ് നിശ്ചയിച്ചാലും 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും. ഇനി പീലാത്തോസ് നിശ്ചയിച്ചാൽ ചിലപ്പോൾ 50,000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നിരിക്കും. റോമിലെ സീസർ നിശ്ചയിച്ചാൽ ചിലപ്പോൾ 5 ലക്ഷം പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നിരിക്കും. പക്ഷേ അവർക്ക് ആർക്കും കൊടുക്കാൻ കഴിയാത്ത ഒരു ആഹാരമുണ്ട്, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. കാര്യം വേറെ ആർക്കും അത് കൊടുക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെതിരല്ല. പക്ഷേ നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം ആണ് യേശു കർത്താവ് നമുക്ക് ഓഫർ ചെയ്യുന്ന എക്സ്ക്ലൂസീവായിട്ടുള്ള കാര്യം. നിങ്ങൾ പറയുന്ന ഏത് ഭൗതിക കാര്യങ്ങളും നിങ്ങൾക്ക് തരാനായിട്ട് ഇപ്പോൾ യേശു കർത്താവ് ഇറങ്ങി വരേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ നിങ്ങൾക്ക് കിട്ടാൻ മാർഗമൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ പ്രതിസന്ധിയുടെ സമയത്ത് കർത്താവ് മനസ്സരിഞ്ഞ് നിങ്ങൾക്കത് തന്നെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന കർത്താവ് എനിക്കൊരു വീട് വെക്കാൻ സഹായിച്ചെന്നാ, നിങ്ങൾക്ക് മാത്രമേ ഇവിടെ തിരുവനന്തപുരത്ത് വീടുള്ളൂ, വേറെ ആർക്കും വീടില്ലയോ? അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ വീട് നിങ്ങളുടെ ഒന്നും അല്ലല്ലോ, ആണോ? അതാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നതിൻ്റെ തെളിവായിട്ട് നിങ്ങൾ എടുത്തു കാണിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളെക്കാൾ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന എത്രയോ ആളുകളോടുണ്ട് നിങ്ങൾ ആലോചിക്കണം. എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരൊറ്റ കാര്യമെന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ പാപമോചനമാണ്. അത് ലോകത്തിൽ ഒരാൾക്കും ചെയ്യാൻ കഴിയുകയില്ല. നമ്മുടെ ധനസമൃദ്ധിയോ നമ്മുടെ പണമോ നമ്മുടെ വീടോ നമ്മുടെ പണമോ നമ്മുടെ ഭൗതിക അനുഗ്രഹങ്ങളോ ഒന്നും നമ്മൾ വ്യത്യസ്തരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതല്ല. അതുകൊണ്ടാണ് പുറപ്പാട് 33-ാം അധ്യായത്തിൽ മോശ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ
കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവ് തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ. എന്നിട്ട് അതിനോടുകൂടെ പറയുന്നൊരു കാര്യം, ഞങ്ങൾ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരെന്ന് എന്തോന്നിനാൽ അറിയാം, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ. അല്ലെങ്കിൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന സകല സമ്പത്തിൻ്റെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫറവോൻ അതിനേക്കാളും കൂടുതൽ സമ്പത്തില്ലേ. എന്താണ് നമ്മൾ എക്സ്ക്ലൂസീവ് ആണെന്ന്, എന്താണ് നമ്മൾ സകല ജനതകളിലും ഭൂമിയിലുള്ള സകല ജാതികളിലും വെച്ച് നമ്മൾ വിശേഷതയുള്ളവരാണെന്നുള്ളതിൻ്റെ തെളിവ് നാം അനുഭവിക്കുന്നതായ ദൈവസാന്നിധ്യമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. മറ്റുള്ളതൊക്കെ ആളുകൾക്കെല്ലാം ഉണ്ട്, പക്ഷേ നാം അനുഭവിക്കുന്നതായ ദൈവസാന്നിധ്യം ആർക്ക് മാത്രമേ ഉള്ളൂ? നമുക്ക് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരാണ് എന്നതിൻ്റെ തെളിവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ഈ കാര്യങ്ങളെ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് സുവിശേഷത്തിൻ്റെ എംഫസിസ് മാഞ്ഞു പോകുന്നതാണ് പല പ്രസംഗങ്ങളിലും നമ്മൾ കാണുന്നത്. ഇവിടെ അതുകൊണ്ടാണ് യേശു കർത്താവിനെ മത്തായി പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പറയുന്ന അവൻ്റെ ഒന്നാമത്തെ കാര്യം, അവൻ്റെ പേര് യേശു എന്നാണ്. അവൻ രക്ഷകനാണ്, യഹോവയാണ് രക്ഷകൻ, അവൻ വിമോചകനാണ്. പക്ഷെ എന്തിൽ നിന്നാണ് അവൻ നിങ്ങളെ വിമോചിപ്പിക്കുന്നത്, രക്ഷിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. എന്തിൽ നിന്ന്? അവനവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. സോ യേശുവിനെ നമ്മൾ വിമോചകനായി തിരിച്ചറിയുന്നു. മത്തായി പരിചയപ്പെടുത്തുന്നത് തന്നെ എന്താണ്? വിമോചകനായ യേശു. ഇനി അടുത്തതായിട്ട് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനെ വിമോചകനായി പരിചയപ്പെടുത്തിയിട്ട് അടുത്തതായിട്ട് യേശുവിനെ പരിചയപ്പെടുത്തുന്നത് രാജാവ് എന്ന നിലയിലാണ്. ഹീ ഈസ് ദ റിഡീമർ ആൻഡ് ഹീ ഈസ് ദ കിങ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട രസകരമായ ഒരു കാര്യമുണ്ട്. ഈ കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ യെരുശലേമിൽ വന്ന് ചോദിക്കുന്ന ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ്. ലോകത്തിൽ രാജകുമാരന്മാരായി പിറന്ന ഒത്തിരി പേരുണ്ട്. നമ്മളിന്ന് പറയുന്ന കിങ്സ് എല്ലാം എങ്ങനെയാണ് ജനിച്ചത്? രാജകുമാരന്മാരായിട്ടാണ്. പക്ഷേ രാജാവായിട്ട് ആരും പിറന്നിട്ടില്ല. അത് യേശു മാത്രമേ ഉള്ളൂ. ഒരാളൊരു ഗ്രാമത്തിൽ ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ മഹാന്മാരാരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്ന്. അവിടെ പറഞ്ഞു, ഇല്ലല്ലോ, ഇവിടെ എല്ലാം ജനിച്ചതെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു. പിന്നെ അവരിൽ ചിലരൊക്കെ മഹാന്മാരായിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. പക്ഷേ ജനിച്ചതാരും ആരായിട്ടല്ല. മഹാന്മാരായിട്ട് ആരും എന്ത് ചെയ്തിട്ടില്ല? ജനിച്ചിട്ടില്ല. ജനിച്ചത് എങ്ങനെയാണ്? സ്മോൾ ബേബ്സ്, ഇൻഫൻസ്. എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ അവനെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നതായ വിശേഷണപദം എന്താണ്? യഹൂദന്മാരുടെ രാജകുമാരനല്ല, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കണ്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ മത്തായി ആദ്യം വിമോചകനായി പരിചയപ്പെടുത്തി രണ്ടാമത് പറയുന്നത് എന്താണ്? ഹീ ഈസ് നോട്ട് ജസ്റ്റ് എ റിഡീമർ, ഹീ ഈസ് എ കിങ്. വിമോചകൻ വിടുവിക്കുന്നു, രാജാവ് ചെയ്യുന്നത് വിടുവിക്കുകയല്ല, രാജാവ് ചെയ്യുന്നത് ഭരിക്കുകയാണ്. അപ്പോൾ വിമോചകനും വിടുവിക്കുന്നവനും ഭരിക്കുന്നവനുമാണ് യേശു എന്ന് മത്തായി നമ്മളെ ഓർപ്പിക്കുകയാണ്. ഈസ് നോട്ട് ജസ്റ്റ് എ റിഡീമർ. അവൻ വിടുവിച്ച് എവിടെയെങ്കിലും കൊണ്ടിടുകയല്ല, വീണ്ടെടുത്തവൻ വിടുവിച്ചിട്ട് വഴിയിലിട്ടേച്ച് പോവുകയല്ല, വീണ്ടെടുത്ത് അവൻ്റെ രാജ്യത്തിലേക്ക് അവൻ ആക്കി അവൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഹി ഈസ് ഗോയിങ് ടു റൂൾ ഓവർ യു. നിങ്ങളുടെ മേൽ ഭരണം നടത്താനായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇവർ കൊടുക്കുന്നതായ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണു, അവനെ നമസ്കരിച്ചു, നിക്ഷേപപാത്രങ്ങൾ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. അവരുടെ കാഴ്ചകളുടെ അല്ലെങ്കിൽ അവന് പ്രസൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഈ വിശേഷ വസ്തുക്കളുടെ കാര്യം അത് വളരെ സിമ്പിളൈസ് ചെയ്തിരിക്കുകയാണ്. പല കാര്യങ്ങളെ സിംബൽസ് അല്ലെങ്കിൽ സൈൻ എന്താണെന്ന് ചോദിച്ചാൽ, ഗോൾഡ്, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഫോർ ദ കിങ്. പൊന്ന് എന്ന് പറയുന്നത് രാജാവിന് നൽകുന്ന പൊന്ന് ഒരു കാഴ്ച വസ്തുവായിട്ടാണ് പറയുന്നത്. ദാറ്റ് ഷോസ് ദാറ്റ് ജീസസ് ഈസ് ദ കിങ്, അവൻ രാജാവാണ്. എന്നാൽ അതേസമയം കുന്തിരുക്കം എന്ന് പറയുന്നത് ഒരു പ്രീസ്റ്റിന് കൊടുക്കുന്നതായ, ഇറ്റ് സേസ് ദാറ്റ് ഹി ഈസ് എ പ്രീസ്റ്റ്. അപ്പോൾ പൊന്ന് രാജാവിനും കുന്തിരുക്കം പ്രീസ്റ്റിനും അല്ലെങ്കിൽ പുരോഹിതനുമുള്ളതാണ്. ജീസസ്
ഈസ് ദ കിങ് ആൻഡ് ഹീ ഈസ് ദ പ്രീസ്റ്റ്. ഹീ ഈസ് ദി ഹൈ പ്രീസ്റ്റ്. ഹീ ഈസ് ദ ഹൈ പ്രീസ്റ്റ്. അവൻ മഹാപുരോഹിതനാണ്. ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തത്തക്ക രീതിയിൽ മത്തായി അതിൻ്റെ നറേഷൻ നമുക്ക് നൽകുകയാണ്. ആൻഡ് ഓൾസോ അവസാനം പറയുന്ന മീർ അല്ലെങ്കിൽ പൊന്നും കുന്തിരുക്കവും മൂരും, അവിടെ മൂറ് എന്ന് പറയുന്ന ഈ ഇത് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫോർ ദ വൺ ഹു ഈസ് ടു ഡൈ, അല്ലെങ്കിൽ ശവസംസ്കാരത്തിനാണ് വാസ്തവത്തിൽ എന്ത് ഉപയോഗിക്കുന്നത്? മൂറ് അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതായ ഒരു 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 സുഗന്ധ വസ്തുവായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ Matthew says he is the king, he is the high priest, and also he came to die. അവൻ മരിക്കാൻ വേണ്ടി വന്നവനാണ്, അവൻ രാജാവാണ്. he is the king. അങ്ങനെ യേശു രാജാവായതുകൊണ്ട് ആ രാജാവിൻ്റെ നയപ്രഖ്യാപനമായിട്ടാണ് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവൻ രാജാവാണെങ്കിൽ ആ രാജ്യത്തിലെ അവൻ്റെ പദ്ധതികൾ എന്താണ്? ആ രാജ്യത്തിൻ്റെ പ്രജകൾക്ക് ഉള്ള പ്രത്യേകതകൾ എന്താണ്? എങ്ങനെയുള്ളവരെ, അല്ലെങ്കിൽ അതിൻ്റെ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ മാഗ്ന കാർട്ട എന്ന് പറയാം, അവൻ്റെ നയപ്രഖ്യാപനമാണ് വാസ്തവത്തിൽ എന്ത്? ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. എങ്ങനെയുള്ള വ്യക്തിയുടെ? രാജാവിൻ്റെ നയപ്രഖ്യാപനമാണ്. അപ്പോൾ ഗിരിപ്രഭാഷണം നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, യേശുവിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? അവൻ വിമോചകനാണ്. വിമോചകനായ, രക്ഷകനായ യേശുവിനെ രക്ഷകനായി തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഗിരിപ്രഭാഷണം ശരിയായ നിലയിൽ ഗ്രഹിക്കാനായിട്ട് കഴിയത്തില്ല. രണ്ടാമത്, ഹീ ഈസ് നോട്ട് ജസ്റ്റ് എ റിഡീമർ, ഹി റിഡീംസ് ആൻഡ് ഹി റൂൾസ് ഓവർ us. അവൻ നമ്മളെ വിടുവിക്കുക മാത്രമല്ല, അവൻ എന്ത് ചെയ്യുന്നു? നമ്മളെ ഭരിക്കുവാനായി ഇറങ്ങി വന്നിരിക്കുന്ന രാജാവാണ് എന്നുള്ള തിരിച്ചറിവ്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ രാജാവിൻ്റെ രാജ്യപ്രഖ്യാപനമാണ്. ഇൻഫാക്ട് അവിടെ അത് സംസാരിച്ചു തുടങ്ങുന്നത് ശരിക്കും യേശു അല്ല. അവിടെ ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു. മാത്യു ചാപ്റ്റർ 3:1. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് അവൻ എന്ത് ചെയ്യുകയാണ് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. ബട്ട് ഹീ ഈസ് നോട്ട് ദ കിങ്. അവനല്ല രാജാവ്. അതെന്താണ്? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. അപ്പോൾ രാജാവല്ല ഇവിടെ വാസ്തവത്തിൽ രാജ്യത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത്. പ്രത്യുത രാജാവിന് വഴിയൊരുക്കുന്നവനായ യോഹന്നാനാണ്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് കാര്യം ആര് പറയുന്നുണ്ട്? യോഹന്നാൻ സ്നാപകൻ പറയുന്നു. എന്താണ്? മാനസാന്തരപ്പെടണം. അപ്പോൾ മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിലേക്ക് കടക്കാനായിട്ട് കഴിയത്തില്ല. മാനസാന്തരം എന്ന വാക്കിന് വളരെ വളരെ ചെറിയൊരർത്ഥമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇറ്റ് ഇസ് സിംപ്ലി എന്താണ്? തിരിയുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഷൂബ് എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഉടനീളം നമ്മൾ കാണുന്നതായ പ്രവാചകന്മാരെല്ലാം ഉപയോഗിക്കുന്നൊരു വാക്കാണ്. പ്രവാചകന്മാരെല്ലാം ചെന്ന് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളെ കർത്താവ് ശിക്ഷിക്കുമെന്നാണ്. ഇല്ലേ? മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതേ ഉള്ളൂ. ഏദൻ തോട്ടത്തിൽ ദൈവവും മനുഷ്യനും മുഖാമുഖം നോക്കിയിരിക്കുകയായിരുന്നു. ഇല്ലേ? ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനും എന്താണ്? മുഖത്തോട് മുഖമാണ്, ഫേസ് ടു ഫേസ് ആയിട്ടാണ് ജീവിച്ചത്. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഫേസ് ടു ഫേസ് ആയിട്ട് ജീവിച്ച മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് പുറംതിരിയുകയാണ്. ടേൺ ഹിസ് ബാക്ക് ആൻഡ് ഹി വാസ് റണ്ണിങ്. ഇൻഫാക്ട് ദൈവം അവനെ ഓടിച്ചു വിടുകയല്ല, ഇവൻ എന്ത് ചെയ്യാണ്? ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുമ്പോൾ ഫേസ് ടു ഫേസ് അല്ല, ദൈവം പുറകിൽ നിൽക്കുകയാണ്. മനുഷ്യൻ എന്ത് ചെയ്യാണ്? ദൈവത്തിന് പുറം തിരിഞ്ഞ് ഓടിപ്പോവുകയാണ്. അന്ന് മുതൽ ദൈവത്തിന് പുറം തിരിഞ്ഞ് ഓടിപ്പോകുന്ന മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ് ടേൺ ബാക്ക്. നീ എന്തിനാ ഓടിപ്പോകുന്നത്? നീ എൻ്റെ മുഖത്തേക്ക് നോക്ക്. ടേൺ ബാക്ക്, നീ എന്നിലേക്ക് തിരിയുക. അതാണ് വാസ്തവത്തിൽ മാനസാന്തരത്തിൻ്റെ പ്രഥമമായ പാഠം എന്ന് പറയുന്നത്. ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്, പഴയ നിയമത്തിൽ ഉടനീളം പ്രവാചകന്മാർ വന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയാനാണ്. ഒരിക്കൽ ദൈവവുമായി മുഖാമുഖം ജീവിച്ച മനുഷ്യവർഗത്തിന് ദൈവം കൊടുക്കുന്ന ആഹ്വാനം, ഇപ്പോൾ നിങ്ങൾ എനിക്ക് പുറം തിരിഞ്ഞോടുകയാണല്ലോ, ഇനി അങ്ങനെ ഓടേണ്ട കാര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? എങ്കിലേക്ക് തിരിയുക. തിരിയുക എന്നുള്ള വാക്കാണ് ഷൂബ് എന്ന് പറയുന്ന വാക്ക്. ടേൺ ടു ഗാഡ്, ദൈവത്തിങ്കിലേക്ക് തിരിയുക. ന്യൂ ടെസ്റ്റമെന്റിലും ഏകദേശം ഇതേ അർത്ഥം തന്നെ വരുന്ന രീതിയിലാണ് മാനസാന്തരപ്പെടുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്.
മാനസാന്തരപ്പെടുന്നത് ദൈവത്തിങ്കലേക്കാണ്. അതുകൊണ്ടാണ് ഈവൻ പാൾ ഉപയോഗിക്കുന്നതും ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തര പ്രസംഗം. ദൈവത്തിങ്കലേക്ക്, ദാറ്റ് മീൻസ് വി ടേൺ ബാക്ക്. എങ്ങോട്ട്? വീണ്ടും ദൈവത്തിങ്കലേക്ക്. എവിടെ നിന്ന് ഓടിപ്പോയോ അവിടേക്ക്. അതാണ് മാനസാന്തരം. യോഹന്നാനോട് പറയുന്ന ഇതാണ്, ഇനിയിപ്പോൾ നിങ്ങൾ ദൈവത്തിന് പുറം തിരിഞ്ഞ് ഓടുന്നത് ശരിയല്ല. കാരണം ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നത് കൊണ്ട് തിരിച്ച് ദൈവരാജ്യത്തിലേക്ക്, ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയിലേക്ക്. അതാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ. It doesn't speak about a place. Of course, there is heaven. But John says about a state of the kingdom. ദൈവരാജ്യത്തിൻ്റെ ഒരു അവസ്ഥയാണ് പറയുന്നത്. What is it? ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയിലേക്ക്. It is at hand. അത് വന്നെത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് വന്നെത്തിയിരിക്കുന്നു? Because the king has come. എന്തുകൊണ്ടാണ് ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നു എന്ന് യോഹന്നാൻ പറയാൻ കാര്യം? രാജാവ് വന്നതുകൊണ്ടാണ്. അപ്പൊ യോഹന്നാൻ പറയുന്നതാണ്, ദ കിങ് ഹാസ് കം. രാജാവിതാ വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആരിലേക്ക് തിരിയണമെന്നാണ് പറയുന്നത്? രാജാവിങ്കലേക്ക് തിരിയണം. ആരാണ് രാജാവ്? ഞാനല്ല രാജാവ്. യോഹന്നാൻ പറയുന്നു, നോ, ഐ ആം നോട്ട് ദ മെസ്സായ. ഞാനല്ല രാജാവ്. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവനാണ് രാജാവ്. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി സ്നാനം കഴിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ അഗ്നിയിലും പരിശുദ്ധാത്മാവിലും സ്നാനം കഴിപ്പിക്കും. സോ ഹീ ഈസ് കമ്മിങ്, ദ ഹെറാൾഡ് ഓഫ് ദ കിങ്ഡം. രാജ്യത്തിൻ്റെ പ്രഖ്യാപനം, രാജാവ് വരുന്നു എന്നുള്ള പ്രഖ്യാപനം. അതാണ് വാസ്തവത്തിൽ യോഹന്നാൻ നൽകുന്നത്. ഇനിയാണ് നോക്കുക, മത്തായി എത്ര കൃത്യമായിട്ട് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ he says about the birth of Jesus. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു. എന്തിനു വേണ്ടി യേശു ജനിച്ചു എന്ന് പറയുന്നു. എന്തിനു വേണ്ടി? അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. So he came as the redeemer. And also he says that he is not just a redeemer, he is the king. അവൻ വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല, അവൻ ആരും കൂടെയാണ്. അവൻ രാജാവാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ. എവിടെ? 1-ാം അധ്യായത്തിൽ യേശു വിമോചകനായി ജനിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. 2-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു? യേശു രാജാവാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് തന്നെയല്ല, അവർ കൊടുക്കുന്ന കാഴ്ച വസ്തുക്കളിൽ ഒന്നാമത്തെ പൊന്ന് ആർക്ക് വേണ്ടിയുള്ളത്? രാജാവിന് വേണ്ടിയുള്ളത്. കുന്തിരുക്കം പുരോഹിതന് വേണ്ടിയുള്ളത്. അവൻ മഹാപുരോഹിതനാണ്. മൂറ് മരിക്കുവാൻ പോകുന്നവന് വേണ്ടിയുള്ള ശവസംസ്കാരത്തിന് വേണ്ടി എന്ന് പറയുന്നത് പോലെ. സി, he is a king who is going to die for you. നിങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ ഈവൻ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്ന കാര്യം എന്താണ്? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി മരിക്കുവാൻ സ്വയം ഇറങ്ങി വന്നവനായ യേശുവിനെയാണ് യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു യാത്ര മത്തായി നമ്മളെ കൈപിടിച്ചുകൊണ്ട് നടത്തുകയാണ്. അവൻ്റെ ജനനത്തിലൂടെ, അവൻ രാജാവാണെന്നുള്ള യാഥാർത്ഥ്യത്തിലൂടെ, 3-ാം അധ്യായത്തിൽ വരുമ്പോൾ അവൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിലൂടെ. എന്ന് തന്നെയല്ല, ഈ 3-ാം അധ്യായത്തിൽ തന്നെ വീണ്ടും നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് 13-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാനിൽ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. എന്നാണ് അവൻ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി അവൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇറ്റ് സേസ് അബൌട്ട് ദ ബാപ്റ്റിസം ഓഫ് ജീസസ്. മത്തായി യോഹന്നാൻ്റെ കൈക്കീഴിലുള്ള യേശുവിൻ്റെ സ്നാനത്തിലൂടെ എന്താണ് നമ്മളെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്? ഇനിയിപ്പോൾ, അല്ലെങ്കിൽ യേശു മനസ്സിലാക്കുകയാണ്, അവൻ്റെ രാജ്യത്വത്തിൻ്റെ കാഹളധ്വനി ഓൾറെഡി മുഴങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ സമയമായി. എന്തിനു വേണ്ടി? രാജാവ് പ്രത്യക്ഷപ്പെടാനുള്ള സമയമായി. എന്നാൽ ബാപ്റ്റിസത്തിൽ അവൻ എങ്ങനെയുള്ള രാജാവാണ് എന്നുള്ളത് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സോ ജീസസ് ഈസ് കിങ്, ബട്ട് ഇൻ ഹിസ് ബാപ്റ്റിസം ഹി പ്രൊക്ലെയിംസ് വാട്ട് കൈൻഡ് ഓഫ് കിങ് ഹി ഈസ്. എങ്ങനെയുള്ള രാജാവാണ്? ലോകത്തിൽ ഇന്നുവരെ കണ്ടിട്ടുള്ള ഒരു രാജാവിനെ പോലെ അല്ല യേശു ഇറങ്ങി വരുന്നത്. എല്ലാ രാജാക്കന്മാരുടെയും പ്രത്യക്ഷത എന്ന് പറയുന്നത് ആരവാരത്തോടുകൂടെ വളരെ വാളെടുത്ത് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വരവായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല.
യേശു എന്ത് ചെയ്യാണ്? മുട്ടുമടക്കി തല കുമ്പിട്ട് വെള്ളത്തിലിരുന്ന് എന്താണ് സ്നാനമേൽക്കുന്നവനായ ഒരു മനുഷ്യൻ്റെ, ഭൂമിയിൽ നിന്നുള്ള ഭൗമികനായ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റുകൊണ്ട് യേശു പറയുകയാണ്, ഐ എം എ ഡിഫറെൻറ്റ് കിങ്, ഞാൻ വ്യത്യസ്തനായ ഒരു രാജാവാണ്. യോഹന്നാൻ വിരണ്ടു പോയി. കാര്യം യോഹന്നാൻ ഒരിക്കലും അത് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്, നീ എന്തായി കാണിക്കുന്നത്? നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം. കാര്യം സ്നാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തത്വം, പ്രത്യേകിച്ച് ആ കാലയളവിൽ ഉണ്ടായിരുന്ന തത്വം എന്താണെന്ന് ചോദിച്ചാൽ, ആര് സ്നാനപ്പെടുത്തുന്നു അഥവാ സ്നാപകൻ ആരാണോ ആ സ്നാപകന്റെ സമൂഹത്തോടെ ഏകീഭവിക്കുവാനാണ് സ്നാനപ്പെടുന്നവൻ സ്നാനജലത്തിലിറങ്ങുന്നത്. ക്രിസ്തീയ സ്നാനം നമ്മൾ ക്രിസ്തുവിനോട് ചേരുവാനാണ്. പക്ഷേ യേശു ക്രിസ്തുവിനോട് ചേരുവാനുള്ള ഈ ക്രിസ്തീയ സ്നാനത്തിന് മുമ്പുണ്ടായിരുന്ന യോഹന്നാൻ്റെ കാലയളവിൽ ഉണ്ടായിരുന്ന സ്നാനം, ഈവൻ ജൂയിഷ് ആൾക്കാർ സ്നാനം കൊടുത്തിരുന്നു. പല മിസ്റ്ററി റിലീജിയൻസ്, മാർമിക സഭകൾ, അല്ലെങ്കിൽ വാട്ട് യു സേ, നിഗൂഢ മതങ്ങൾ പലതുണ്ടായിരുന്നു. അവരുടെ അംഗങ്ങളെ അവർ സ്നാനപ്പെടുത്തിയിരുന്നു. അങ്ങനെ സ്നാനം എന്ന് പറയുന്നത് ആ കാലയളവിൽ ഒരു സമൂഹത്തോട് ചേരുവാനായിട്ട് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു സിമ്പലാണ്. അപ്പോൾ ഒരു സമൂഹത്തിലെ ഒരു വ്യക്തി മറ്റൊരാളെ ബാപ്റ്റിസം കൊടുക്കുമ്പോൾ, മറ്റൊരാൾക്ക് ബാപ്റ്റിസം കൊടുക്കുമ്പോൾ ശരിക്കും ആരാണ് സ്നാപകൻ, അയാൾ ഏത് സംഘത്തിൻ്റെ ഭാഗമാണ്, ആ സംഘത്തോടാണ് സ്നാനമേൽക്കുന്നയാൾ യോജിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ചോദിക്കുന്നത്, നീ എന്തായി കാണിക്കുന്നത്? ഞാൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികൻ, നീ സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗികൻ. എൻ്റെ ജീവിതത്തിലെ ഇന്ന് വരെയുള്ള ആഗ്രഹം എങ്ങനെയെങ്കിലും നിന്നെ പോലെ ആകണമെന്നാണ്. നീ എന്തായി കാണിക്കുന്നത്? നീ എന്താ ഇത് എന്നെ പോലെ ആകാൻ നോക്കുന്നത്? കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ നീ സമ്മതിക്കുക, നീ പറഞ്ഞതൊക്കെ തെറ്റാണെന്നല്ല പറയോ, അങ്ങനെയൊന്നുമല്ല. കർത്താവ് കപട വിനയം കാണിച്ചിരുന്നില്ല. യു അണ്ടർസ്റ്റാൻഡ്? കർത്താവ് വിനയമുള്ളവനായിരുന്നു. പക്ഷെ കർത്താവ് എന്ത് ചെയ്തില്ല? കപട വിനയം കാണിച്ചില്ല. നമ്മൾ അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, വെറുതെ കള്ളത്തിലാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണിക്കുന്ന, മിക്കപ്പോഴും കാണിക്കുന്നത് ശരിയായ വിനയമൊന്നുമല്ല. എന്താണ്? കപട വിനയമാണ്. അപ്പോൾ യേശു അങ്ങനെ കപട വിനയമൊന്നും കാണിച്ചില്ല. കർത്താവ് പറഞ്ഞില്ല, യോഹന്നാനെ അങ്ങനെയൊന്നും പറയാതെയോ, അങ്ങനെയൊന്നും പറയാതെ, നീ എന്നെക്കാൾ മൂത്തതല്ലേ എന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊന്നും പറഞ്ഞു ഇല്ല. വാട്ട് യു സെഡ് ഇറ്റ് ഈസ് ട്രൂ. ഞാൻ സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയൻ, നീ ഭൂമിയിൽ നിന്നുള്ള ഭൗമികൻ, നിനക്ക് എന്നെ പോലെ ആവുകയാണ് ആവശ്യം. യെസ്, പക്ഷേ ഇപ്പോൾ നീ സമ്മതിക്കും. കാരണം ഇതെൻ്റെ ഒരു വലിയൊരു തീരുമാനമാണ്. എന്താണ് തീരുമാനം? ഞാൻ സ്വർഗത്തിലിരിക്കുന്നവനായി, സ്വർഗീയനായി, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ മഹിമകളിൽ ഒരു രാജാവാകുവാനല്ല ആഗ്രഹിക്കുന്നത്. പ്രത്യുത ഒരു സാധാരണ മനുഷ്യനായി, യു അണ്ടർസ്റ്റാൻഡ്, മനുഷ്യവർഗത്തോടെ ഏകീഭവിച്ചുകൊണ്ട്, മനുഷ്യനായി ജീവിച്ചുകൊണ്ട്, സകലത്തിലും എൻ്റെ സഹോദരന്മാരോട് സദൃശനായിക്കൊണ്ട്, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് അവൻ എന്തായി? സദൃശനായി. അങ്ങനെയാണ് ഞാൻ രാജാവാകുന്നത്. ഞാൻ രാജാവാകുന്നത് വാളുകൊണ്ടല്ല, സ്വർഗത്തിൻ്റെ എന്തെങ്കിലും കഴിവുകൾ ഉപയോഗിച്ച്, ഗിമ്മിക്സ് ഉപയോഗിച്ചല്ല ഞാൻ രാജാവാകുന്നത്. എങ്ങനെയാണ്? ഒരു നോർമൽ വ്യക്തി എന്ന നിലയിൽ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടായിരിക്കും. താൻ എങ്ങനെയുള്ള രാജാവാണ്? സൗമ്യനായ, നമ്രശിരസ്കനായ, വെള്ളത്തിലിറങ്ങുന്നവനായ, വെള്ളത്തിൽ തന്നെ താഴ്ത്തുന്ന ഒരു രാജാവ്. ഹി ഈസ് കിങ്, ബട്ട് ഹി ഈസ് നോട്ട് ലൈക്ക് അതർ വേൾഡ്ലി കിങ്സ്. ഹി വാസ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് യേശുവിൻ്റെ സ്നാനത്തിലൂടെ മത്തായി പറയാണ്, അവൻ വിമോചകനാണ്, രാജാവാണ്. എന്നാൽ അവൻ രാജാവാകുന്നത് വ്യത്യസ്തനായിട്ടാണ്. യേശു പറയാണ്, എങ്ങനെയാണ് ഞാൻ രാജാവാകുന്നത്? ഞാൻ സ്വർഗത്തിൻ്റെ ഉന്നതികൾ നിലനിർത്തിക്കൊണ്ടല്ല. അവൻ ദൈവത്തോടുള്ള, ഫിലിപ്പിയിലെ 2-ാം അധ്യായത്തിന് 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത്, ഹി വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ. ദൈവത്തിന് എത്രത്തോളം താഴാമോ അത്രത്തോളം. ദൈവത്തിന് താഴാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. ദൈവത്തിന് പാപത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയത്തില്ല. കർത്താവ് തന്നെ താഴ്ത്തി. എത്രത്തോളം? കർത്താവ് താഴ്ത്തുന്നതിന് പരിധിയുണ്ടോ? ഉണ്ട്. എന്താണ് താഴ്ത്തുന്നതിലെ പരിധി? അവൻ പാപത്തിലേക്ക് ഇറങ്ങിപ്പോയില്ല, ബാക്കി എല്ലാത്തിലും. അതുകൊണ്ടാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, അവൻ പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ ഏകീഭവിച്ചവനാണ്. അവൻ നമ്മളോട് ഏകീഭവിച്ചു. പക്ഷെ എവിടം വരെ പോയുള്ളൂ? പാപത്തിൻ്റെ ലെവലിൻ്റെ മുകളിൽ മാത്രമേ പോയുള്ളൂ. അവിടുന്ന് താഴോട്ട് പോയില്ല. അവൻ അങ്ങനെ പോകാൻ കഴിയുകയില്ല. ബിക്കോസ് ഹി ഈസ് ഗാഡ്. ഒരു ദൈവത്തിന് എത്രത്തോളം താഴാമോ, ദൈവത്തിന് എത്രത്തോളം ഒരു മനുഷ്യനാകാമോ, അത്രത്തോളം യേശു മനുഷ്യനായി.
ആ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ യേശു കർത്താവ് തൻ്റെ സ്നാനത്തിലൂടെ വെളിപ്പെടുത്തിയത്. അത് ദൈവത്തിന് ഭയങ്കര പ്രസാദമായി. അതുകൊണ്ടാണ് കർത്താവ് സ്നാനമേറ്റ് കയറുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം പറയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ ദേഹരൂപത്തിൽ അല്ലെങ്കിൽ പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ആവസിക്കുന്നത് നമ്മൾ കാണുന്നത്. ഹി വാസ് കിങ്. At the same time, he was proclaiming what kind of king he is. And God was pleasing in him. And he says, he is my beloved son. He is my beloved son. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇപ്പം മനസ്സിലാക്കണം, മത്തായി ആദ്യത്തെ 3 അധ്യായങ്ങളിലൂടെ യേശു ആരാണ് എന്നുള്ള കൃത്യമായ ഒരു യാഥാർത്ഥ്യം നമുക്ക് വെളിപ്പെടുത്തുകയാണ്. 4-ാം അധ്യായത്തിൽ വീണ്ടും വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? കുറെ കൂടെ ആഴത്തിൽ കർത്താവ് തൻ്റെ രാജ്യത്വം എങ്ങനെയുള്ളതായിരിക്കണം, അഥവാ എങ്ങനെയുള്ള രാജാവാണ് താൻ എന്ന് അവൻ സ്നാനത്തിലൂടെ വെളിപ്പെടുത്തി. പക്ഷെ തൻ്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ തനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ലക്ഷ്യം, അതല്ലെങ്കിൽ ദൗത്യം, മിഷൻ, തൻ്റെ ദൗത്യം എപ്രകാരമായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മാർഗം എന്തായിരിക്കണം. ഇപ്പോൾ യേശു അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു. അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് മാത്രമല്ല, അവൻ്റെ മാർഗം എങ്ങനെയാണ് യേശു തൻ്റെ ലക്ഷ്യം എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് എന്താണ്? പിതാവ് അവനെ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം, ദ മിഷൻ ദാറ്റ് ദ ഫാദർ ഹാസ് എൻട്രസ്റ്റഡ് അപ്പോൺ ഹിം, ഹൗ ഹി ഈസ് ഗോയിങ് ടു മേക്ക് ഇറ്റ്, ഹൗ ഹി ഈസ് ഗോയിങ് ടു അക്കംപ്ലിഷ് ഇറ്റ്. അതാണ് വാസ്തവത്തിൽ ടെംപ്റ്റേഷൻസ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കർത്താവിൻ്റെ ടെംപ്റ്റേഷൻസിൽ അവൻ തൻ്റെ മാർഗം തിരഞ്ഞെടുക്കുകയാണ്. എന്ത് മാർഗം? എങ്ങനെ പിതാവ് തന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം താൻ നിർവഹിച്ചെടുക്കും. പിതാവ് തന്നെ വിമോചകനായി പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഹി ഈസ് ദ റിഡീമർ. എങ്ങനെ വീണ്ടെടുക്കണം, മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാനായിട്ട് പിതാവ് തന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞു 1-ാം അധ്യായത്തിൽ തന്നെ. ബിക്കോസ് എന്താണ്? വന്നത് തന്നെ, അവൻ വന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്കുക കൊണ്ട്. എന്നാൽ എങ്ങനെയാണ് വീണ്ടെടുപ്പ് നടക്കേണ്ടത്? 2, ദൈവം അവനെ രാജാവായി പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. പക്ഷെ എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത്? ഈ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മാർഗം തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ മത്തായി യേശു കർത്താവിൻ്റെ പ്രലോഭനങ്ങളുടെ ചരിത്രം നമുക്ക് വിവരിച്ചു തരുന്നത്. ഹി ഈസ് ദ സേവിയർ ഈസ് കമ്മിങ്, ദ കിങ് ഈസ് ബോൺ, ദ ഹെറാൾഡ് ഓഫ് ദ കിങ്ഡം ത്രൂ ജോൺ ദ ബാപ്റ്റിസ്റ്റ്. And the king reveals himself in his baptism, and now the king chooses the method he will carry out his task. അവന് വേണ്ടി ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് അവൻ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മാർഗം. ഈസ് നോട്ട് ചൂസിങ് ദ വേ ഓഫ് ദ കോമൺ തിങ്സ് ദാറ്റ് മാൻ വുഡ് ചൂസ്. മനുഷ്യൻ സ്വാഭാവികമായി തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം അവൻ തിരഞ്ഞെടുത്തില്ല. യേശുക്രിസ്തുവിന്റെ പ്രലോഭനങ്ങളെ കുറിച്ച് നമുക്കറിയാമല്ലോ. ആദ്യം തന്നെ പിശാച് അവൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, നീ ദൈവപുത്രനെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? അവൻ വിശന്നിരിക്കുന്ന സമയത്താണ്. 40 ദിവസം അവൻ ഭക്ഷണം കഴിച്ചില്ല, അവൻ ഉപവാസത്തിലായിരുന്നു. 40 ദിവസവും അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ അവൻ ഉപവാസം എടുത്ത് 40 ദിവസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവൻ്റെ അടുക്കൽ വന്നിട്ട്, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, ടേൺ ദീസ് സ്റ്റോൺസ് ഇൻടു ലോവ്സ് ഓഫ് ബ്രെഡ്. നീ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നീ എന്ത് ചെയ്യുക? ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. പിശാച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ദൈവത്തിൻ്റെ പുത്രനാണെന്നാണോ നിന്റെ ചിന്ത? അങ്ങനെയാണെങ്കിൽ പുത്രൻ എന്തിനാണ് വിശന്നിരിക്കുന്നത്? ഇഫ് യു ആർ ദ സൺ, നീ എന്തിനാണ് വിശന്നിരിക്കുന്നത്? പുത്രൻ എന്തിനാണ് സ്റ്റാർവ് ചെയ്യുന്നത്? വൈ കാന്റ് യു ജസ്റ്റ് ടേൺ ദി സ്റ്റോൺസ് ഇൻടു ലോവ്സ് ഓഫ് ബ്രെഡ്? ഈ കല്ലൊക്കെ നിനക്ക് എന്താ ചെയ്യാൻ പറ്റും? അപ്പമാക്കി ചെയ്യാൻ പറ്റുമല്ലോ. ബിക്കോസ് യു ഹാവ് ദ പവർ, യു ആർ ഗാഡ്. നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ നിനക്കിത് ചെയ്യാമല്ലോ. നീ എന്തിനാ പിന്നെ വിശന്നിരിക്കുന്നത്? പിശാച് ഇന്നും നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്, ദൈവത്തിന്റെ പുത്രൻ എന്തിനാ കഷ്ടപ്പെടുന്നതെന്ന്. ദൈവത്തിന്റെ പുത്രനല്ല നമ്മളോടൊക്കെ ചോദിക്കുന്നത്, നീ ദൈവത്തിന്റെ അടുത്ത ആളാണെന്ന് പറയുകയും ചെയ്യും, നിന്റെ ജീവിതത്തിൽ ഒരു ഗതിയും പിടിക്കത്തില്ല. ഇതെന്തോ കാര്യം? നീ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, നീ അത്രയ്ക്ക് ദൈവത്തിന് അടുത്ത ആളാണെങ്കിൽ, വൈ കാന്റ് യു ജസ്റ്റ് പ്രേ, കർത്താവേ ഈ എല്ലാ പ്രതിസന്ധിയിൽ നിന്ന് ഇന്ന് രാത്രി തന്നെ എന്നെ വിടുവിക്കണമേ കർത്താവേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ നടന്നാൽ അന്നേരം മനസ്സിലാക്കാമല്ലോ നമ്മൾ ദൈവത്തിന്റെ അടുത്ത ആളാണെന്ന്. അല്ലെങ്കിൽ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അപ്പൊ ഇത് എന്നുള്ള ഒരു പരീക്ഷയാണ്. എന്ത്?
ഇതുപോലെയുള്ള ഒരു ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുവാനുള്ള വലിയൊരു ടെൻഡൻസി. യേശുവിനോട് പിശാച് പറയുന്നത്, നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഈ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിശപ്പാണ്. ശരിയുമാണ്, അന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിശപ്പ്. കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് പട്ടിണിയുടെ ഒരു സമയമാണ്. നമുക്കറിയാമല്ലോ, യെരുശലേം സഭയിലെ യേശുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് യെരുശലേമിൽ സഭ ഉണ്ടായി. യെരുശലേമിലെ സഭ വാസ്തവത്തിൽ അവിടെ ഒരു വലിയ ക്ഷാമം ഉണ്ടാകുകയാണ്. വലിയ ക്ഷാമം ഉണ്ടാകുമെന്ന് അഗാബോസ് പ്രവചിക്കുന്നുണ്ട്. ഇൻ ദോസ് ഡേയ്സ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഫുഡ്. ഇപ്പോൾ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 5000 പുരുഷന്മാരും അത്രയും സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടായിട്ട് ഒറ്റ ഒരുത്തൻ്റെ കയ്യിലേ ഉണ്ടായിരുന്നുള്ളൂ പൊതിച്ചോറ്. ബാക്കി ഒറ്റ ഒരുത്തൻ്റെ കയ്യിലും പൊതിച്ചോറ് ഇല്ലായിരുന്നു. ദാറ്റ് മീൻസ് they didn't have, അവർക്കില്ലായിരുന്നു. ഇല്ലായ്മയുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ പിശാച് പറയുന്നത്, this is the real problem and you have the power because you are God, you are son of God. If you are the son of God, ഇങ്ങനെ വിശന്നിരുന്നിട്ട് നിനക്കും വിശന്നിരുന്നിട്ട് കാര്യമില്ല, മറ്റുള്ളവരും വിശക്കേണ്ട കാര്യം ഇല്ല. നിന്റെ ആ അത്ഭുത പ്രവൃത്തികളൊക്കെ നീ ഒന്ന് പ്രയോഗിക്ക്. അങ്ങനെ ആളുകൾക്ക് സൗഖ്യം വരട്ടെ, അങ്ങനെ ആളുകൾക്ക് വിശപ്പ് മാറട്ടെ, അങ്ങനെ ആളുകളൊന്ന് നന്നാകട്ടെ. ഇതൊരു ഭയങ്കര ടെംപ്റ്റേഷനാണ്, ഭയങ്കര ടെംപ്റ്റേഷൻ. പക്ഷെ കർത്താവ് പറഞ്ഞു, നോ, ദാറ്റ് ഈസ് നോട്ട് മൈ വേ. ഹി വാസ് നോട്ട് യൂസിങ് ഹിസ് സൂപ്പർ നാച്ചുറൽ എബിലിറ്റി. കർത്താവിൻ്റെ മനസ്സലിവ് കൊണ്ട് ചില സമയങ്ങളിലൊക്കെ കർത്താവ് ജനങ്ങളുടെ പ്രതിസന്ധികളിൽ അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് തന്നെ ഒരു എക്സെപ്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പൂർണ്ണമായ വിശ്വാസം, യേശു ഭൂമിയിലേക്ക് വന്നത് ഒരു അത്ഭുതവും ചെയ്യരുതെന്ന് ചിന്തിച്ചാൽ. കാരണം അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളരുത് എന്ന് ചിന്തിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ പാവം പിടിച്ച നയിനിലെ വിധവയുടെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മോനെ എന്ത് ചെയ്തു പോയി? ഉയർപ്പിച്ചു കൊടുത്തുപോയി. മനസ്സലിവിൻ്റെ പ്രതിഫലനമായിട്ടാണ് കർത്താവ് ഓരോ അത്ഭുതങ്ങളും ചെയ്യുന്നത്, അല്ലാതെ ആളുകളെ വെരുട്ടാൻ വേണ്ടിയൊന്നുമല്ല. ഇന്നിപ്പോൾ അത്ഭുതമൊക്കെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആളുകളെ വെരുട്ടാനാണ്. ആളുകളെ വെരുട്ടാനല്ല അത്ഭുതം. എന്തിനു വേണ്ടിയാണ്? മനസ്സലിവിൻ്റെ പ്രതിഫലനമായിരിക്കണം. ഇന്ന് വാസ്തവത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അതാണ്. അതുകൊണ്ടാണല്ലോ അത്ഭുതങ്ങളുടെ പോസ്റ്ററൊക്കെ അടിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മനസ്സലിവാണ്, വേറെ ഒന്നുമില്ല. അത്ഭുതം നടന്നില്ലെങ്കിൽ നമുക്ക് ആകപ്പാട് സങ്കടമാണ്. കാര്യം പരസ്യപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഇവിടെ അത്ഭുതം നടക്കുമെന്നാണ്, ഇല്ലേ? പരസ്യപ്പെടുത്തിയിരിക്കുന്നത് തന്നെ അത്ഭുതം നടക്കാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ അത് നടന്നില്ലെങ്കിൽ എന്തൊരു കഷ്ടമായിരിക്കും. പക്ഷേ യേശു ഒരിക്കലും എന്ത് ചെയ്തില്ല, അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റി കർത്താവ് ഉപയോഗിക്കാനായിട്ട് തീരുമാനമെടുത്തില്ല. He said, my way is different. അവന് വേണ്ടി ഒരിക്കലും അത്ഭുതം ചെയ്തിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ പോലും യേശു എന്ത് ചെയ്തില്ല? 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച വ്യക്തിയാണ് യേശു കർത്താവ്. പക്ഷേ അവന് വിശന്നപ്പോൾ അവനൊരു അത്തിപ്പഴം കിട്ടാനായിട്ട് കൊതിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അവനൊന്ന് കൽപ്പിച്ചാൽ ഏതെങ്കിലും അത്തിയിൽ നിന്ന് പഴമുണ്ടായി ഫ്രൂട്ട് എന്താണ് പക്ക ആയിട്ട് യേശുവിൻ്റെ വായിക്കകത്ത് വന്ന് വീഴുന്നതിനകത്തും പ്രയാസമൊന്നുമില്ല. He can. But he was not using his ability to perform miracles, never for himself. അവന് വേണ്ടി ഒരിക്കലും അതവൻ ഉപയോഗിച്ചിട്ടില്ല. അതാണ് നമ്മുടെ രാജാവിൻ്റെ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ടും സ്വയം വിശന്നപ്പോൾ അത്ഭുതം ചെയ്യാൻ തയ്യാറാകാത്തവനാണ് നമ്മുടെ രാജാവ്. നമ്മുടെ ഹീറോ എപ്പോഴും ആ യേശു ആയിരിക്കണം. നമ്മുടെ ഹീറോ എപ്പോഴും ആ യേശു ആയിരിക്കണം. And he was not making people astonished by doing some kind of gimmicks. പിശാച് അവനോട് പറയുന്നു, അപ്പം ഉണ്ടാക്കാനായിട്ട് നീ പരിശ്രമിക്കുന്നില്ലെങ്കിൽ നിന്റെ മാർഗം എന്താണ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. കർത്താവ് പറഞ്ഞു, ദിസ് ഇസ് നോട്ട് മൈ വേ. അപ്പം കൊടുത്തിട്ടല്ല ഞാൻ ആളുകളെ വീണ്ടെടുക്കാൻ പോകുന്നത്. പകരം എന്ത് കൊടുത്തിട്ടാണ്? എന്നെ തന്നെ കൊടുത്തിട്ടാണ്. സാത്താൻ അല്ലെങ്കിൽ പിശാച് പറഞ്ഞ എന്താണ്? നീ വിശക്കുന്നവരായ ജനങ്ങൾക്ക് എന്ത് കൊടുക്കുക? അപ്പം കൊടുക്കുക. പക്ഷെ യേശു പറഞ്ഞു, എൻ്റെ മാർഗം അതല്ല. എൻ്റെ മാർഗം എന്താണ്? വിശക്കുന്നവർക്ക് അപ്പം കല്ലിൽ നിന്ന് അപ്പം ഉണ്ടാക്കി കൊടുക്കുകയല്ല, പകരം വിശക്കുന്നവർക്ക് എന്നെ ഭക്ഷിക്കാൻ കൊടുത്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? വിമോചകനാകാൻ പോകുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ദൈവം കർത്താവ് എന്ത് ചെയ്യാണ്? ചൂസ് ചെയ്യുകയാണ്. എന്താ അവൻ്റെ മാർഗം എന്തായിരിക്കണം? അവനെ തന്നെ കൊടുത്തുകൊണ്ടാണ് ദൈവപിതാവ് അവനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ മാർഗം അത്ഭുതം നടത്തി അപ്പം കൊടുത്തുകൊണ്ടല്ല, പ്രത്യുത സ്വയം മരിച്ച് അവനെ തന്നെ
ഭക്ഷിക്കാൻ കൊടുക്കുന്നതിലൂടെയാണ്, അവൻ്റെ രക്തം കൊടുത്തുകൊണ്ടാണ്, അവൻ്റെ ശരീരം കൊടുത്തുകൊണ്ടാണ് വീണ്ടെടുപ്പ് ഒരു യാഥാർത്ഥ്യമാക്കുന്നതെന്ന് യേശു കർത്താവ് തീരുമാനിച്ചു. ഇങ്ങനെയാണ് ഞാൻ ദൈവം എന്നെ ഫലമേൽപ്പിച്ച, പിതാവ് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ കാര്യം നിർവഹിക്കുന്നത്. എങ്ങനെ? എന്നെ തന്നെ നൽകിക്കൊണ്ട്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തില്ല? സ്വയമായിട്ട് വിശന്നപ്പോൾ കല്ലപ്പമാക്കി തീർത്തില്ല എന്ന് തന്നെയല്ല, അവൻ്റെ വഴി എന്താണ് എന്നുള്ളത് അവൻ തീരുമാനമെടുത്തു, ചിന്തിച്ചു, ആലോചിച്ചു, തീരുമാനമെടുത്തു. ദൈവസന്നിധി പറഞ്ഞു, ഐ എം ഗോയിങ് ടു ഗിവ് മൈ സെൽഫ്, എന്നെ തന്നെ കൊടുക്കാൻ പോകുകയാണ്. പിശാചിൻ്റെ അടുത്ത പ്രലോഭനം എന്ന് പറയുന്നത്, ശരി നീ അങ്ങനെ തീരുമാനിച്ചാലും ജനങ്ങൾക്കിത് മനസ്സിലാകണമല്ലോ. നമുക്കുള്ളൊരു വലിയൊരു പ്രശ്നം ഇതാണ്. നമുക്ക് കാര്യം മനസ്സിലായാലും പോരാ, പിന്നെ എന്ത് വേണം? ജനങ്ങളുടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നീ വിമോചകനാണെന്നുള്ളത് ജനങ്ങൾ എങ്ങനെ അറിയും? അതിനുവേണ്ടി നീ ദേവാലയത്തിൻ്റെ മുകളിൽ കയറി താഴേക്ക് ചാടുക. അന്നത്തെ ഏറ്റവും ഉയരമുള്ള ടവർ എന്ന് പറയുന്നത് അന്ന് യെരുശലേമിൽ ദേവാലയത്തിൻ്റെ മുകൾ ഭാഗമാണ്. അവിടെ കയറിയിട്ട് നീ എന്ത് ചെയ്യുക? താഴോട്ട് ചാടുക. താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ നീ താഴോട്ട് വരുന്നത് എന്താ? ദൂതന്മാർ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം നിന്നെ പരിരക്ഷിക്കും. അങ്ങനെ നീ ഇങ്ങനെ ഒരു പാരാഷൂട്ടിൽ എന്നതുപോലെ ഇറങ്ങി താഴോട്ട് വരുന്നത് കാണുമ്പോൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലാകും നീയാണ് യഥാർത്ഥത്തിലുള്ള മശിഹ എന്ന് അവർക്ക് മനസ്സിലാകും. അതിനുള്ളൊരു മാർഗം അതാണല്ലോ. പക്ഷെ കർത്താവ് പറഞ്ഞു, അങ്ങനെ ആളുകളെ ഒരു ഗിമ്മിക്സ് കളിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുമല്ല ഞാനിവിടേക്ക് വന്നിരിക്കുന്നത്. അവിടെ ആ പ്രലോഭനങ്ങളോട് ചേർന്ന് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിന്റെ കയ്യിൽ താങ്ങിക്കൊള്ളുന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ്, യു ഷാൽ നോട്ട് ടെസ്റ്റ് യുവർ ലോർഡ്. നിന്റെ കർത്താവിനെ നീ എന്ത് ചെയ്യാൻ പാടില്ല? പരീക്ഷിക്കാൻ പാടില്ല. ഇത് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ? കർത്താവ് പറഞ്ഞു, നീ എന്താ പറഞ്ഞത്? നിനക്ക് എന്ത് വിവരമാണ്? നമ്മളാണെങ്കിൽ വേദവസത്തിൽ കാര്യം 90 സങ്കീർത്തനത്തിൽ നിന്നാണ് പിശാച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഉടനെ കർത്താവ് ചോദിക്കുക, നീ എന്താ പറഞ്ഞത്? താഴോട്ട് ചാടാനോ? എടാ, വേദവസം പഠിക്കണം. പിശാചിനോട് കർത്താവ് പറയുക, വേദത്തിൽ എഴുതിയിരിക്കുന്നത് ചാടണമെന്നാണോ? വീണാലെന്നാണ് പറയുന്നത്. വീഴുന്നതും ചാടുന്നതും രണ്ടാണ്. നമ്മുടെ പലരുടെയും പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീഴുന്നതിന് പകരം എന്ത് ചെയ്യുകയാണ്? വീഴുകയാണെങ്കിൽ ചിലപ്പോൾ കർത്താവ് സൂക്ഷിച്ചെന്നിരിക്കും, പക്ഷെ ചാടുകയാണെങ്കിൽ സൂക്ഷിക്കാൻ അവിടെ ദൂതന്മാരെ ഒന്നും കർത്താവ് വിട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ചാടി എന്താ കാര്യങ്ങൾ എന്താണ് ഓരോ കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്ത് ദൈവത്തെ പരീക്ഷിക്കുവാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു വീഴ്ച അല്ലെങ്കിൽ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ, ഡാറുസലാമിൽ ടെൻസാനിയയിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു മുസ്ലിം കൺവേർട്ടാ, കിക്കുള എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ക്രിസ്ത്യനായി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ അവന് ഒരു ഇസ്ലാമിക് അവരുടെ ഷെരീഫ് ഫാമിലിപ്പെട്ടതാണ്. അപ്പോൾ അവനിങ്ങനെ വളരെ ഒരു നല്ലൊരു ഇസ്ലാമിക് ലെവലിൽ പോകുന്ന കൂട്ടത്തിൽ ആണ് ഇവൻ ക്രിസ്ത്യനാകുന്നത്. ക്രിസ്ത്യനായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ ഭാര്യയോടെ കൂട്ടുകാരെല്ലാം പറഞ്ഞു, എടി ഇപ്പം നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ നല്ലൊരു മാർഗ്ഗമുണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ പോയിസൺ ചെയ്താൽ മതി, ഇവൻ മരിക്കുകയാണെങ്കിൽ യു വിൽ ഗോ ടു ഹെവൻ. ഈ പൊട്ടിപ്പണ്ടതങ്ങ് വിശ്വസിച്ചിട്ട് ഇവളെന്ത് ചെയ്തു? ഫുഡിനകത്ത് പോയിസൺ കൊടുത്തു. ലിറ്ററലി ഹാപ്പൻ. അപ്പം ഇവനൊരു ദിവസം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കസേരയെല്ലാം കൂടെ കിടന്ന് പറക്കുന്നത് പോലെ തോന്നുന്നു. ഹി ഫെൽറ്റ് സംതിങ് ബാഡ്. പിന്നെ മോള് വന്നിട്ട് പറഞ്ഞു, അപ്പം ഞാൻ കണ്ടായിരുന്നു അമ്മ അതിനകത്ത് പൊടിയിടുന്നത്. ആൻഡ് ഹി ജസ്റ്റ് പ്രേഡ്, കർത്താവേ, ദോഷകരമായത് എന്ത് കുടിച്ചാലും നിനക്കൊന്നും ഭവിക്കയില്ല എന്ന് എൻ്റെ വചനത്തിലുണ്ടല്ലോ, സോ ഐ ബിലീവ് ഇറ്റ് എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിച്ചു. യാതൊരു പ്രശ്നമില്ലാതെ കർത്താവ് അവനെ സൗഖ്യമാക്കി. അത് ചാടിയതല്ല, ആണോ? എന്നാൽ ഇതും കേട്ടോണ്ട്, എന്നാൽ ദോഷകരമായതൊന്നും കുടിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല, എന്നാൽ പോയി കുറച്ച് ആസിഡ് കുടിച്ചേക്കാമെന്ന് വെച്ചാൽ ആരെങ്കിലും പോയി വീട്ടിൽ പോയി കുറച്ച് ആസിഡ് കുടിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അത് ടെസ്റ്റ് ചെയ്യാണ്, ദൈവത്തെ ടെസ്റ്റ് ചെയ്യാനല്ല. വെൻ യു ഫോൾ, വീഴ്ചയിൽ നിങ്ങളെ താങ്ങുവാൻ കർത്താവ് ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. ചാട്ടത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് കർത്താവ് ദൂതന്മാരെ ആക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പല ആളുകൾക്കും വീഴ്ച എന്ന് പറഞ്ഞാലും മിക്കപ്പോഴും വീഴ്ചയല്ല, വീഴുന്നത് തന്നെ ഇഷ്ടമാണ് ചിലർക്ക്, ഇല്ലേ? അങ്ങനെ ഇഷ്ടപ്പെട്ട് വീഴുന്നവരുമുണ്ട് പാപത്തില്. പല സമയത്തും they just love it. യേശു കർത്താവ് പറയുന്നത്, ജനങ്ങളുടെ മുമ്പിൽ ആള് കളിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ആവശ്യമില്ല. He says that I have decided in which way I will accomplish
ദ ടാസ്ക് ദാറ്റ് ഗാഡ് ഹാസ് ഗിവൺ മീ. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന, എൻ്റെ പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നതായ ആ ദൗത്യം ഞാൻ എങ്ങനെ നിർവഹിക്കും എന്നുള്ളത് ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ദാറ്റ് ഇസ് എ വേ ഓഫ് ദ ക്രോസ്. മരണത്തിൻ്റെ എന്നെ തന്നെ ഭക്ഷിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട്, അല്ലാതെ വിശക്കുന്നവന് ആഹാരം കൊടുത്തുകൊണ്ടല്ല, വിശക്കുന്നവന് ഭക്ഷണ കല്ലിൽ നിന്ന് അപ്പം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടല്ല, പ്രത്യുത മരിച്ച് ക്രൂശിൻ്റെ മാർഗത്തിലൂടെയാണ് അവൻ്റെ രാജ്യത്വം സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ വിമോചനം സാധ്യമാക്കി തീർക്കുന്നത് എന്ന് അവൻ തീരുമാനമെടുക്കുകയാണ്. അടുത്ത കാര്യത്തിലും അതുതന്നെയാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. പിശാചോനോട് പറയുന്നത് എല്ലാം കാണിച്ചിട്ട് പറയാണ്, എവറിതിങ് ഈസ് ഗിവൺ അൺടു മീ, എനിക്ക് എല്ലാം തന്നിരിക്കുകയാണ്. നീ ഏതാണെങ്കിലും വന്നത് ഈ ഭൂമിയെ വീണ്ടെടുക്കാൻ വേണ്ടിയല്ലേ, സോ അത് ഞാൻ നിനക്ക് തന്നേക്കാം. നീ അതിനുവേണ്ടി വെറുതെ ക്രൂശിക്കപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല. നീ ക്രൂശിക്കപ്പെടാതെ തന്നെ നീ എടുത്തോ. പിന്നെ ആ മൂലയ്ക്ക് ഞാനൂടെ ഒന്ന് ഇരിക്കുമെന്നുള്ളതേ ഉള്ളൂ, എൻ്റെ സിംഹാസനം കൂടെ ഞാനൊന്ന് വെച്ചേക്കുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കർത്താവ് പറഞ്ഞു, ദർ ഇസ് നോ ക്വസ്റ്റൻ ഓഫ് കോംപ്രമൈസ്. ദർ ഇസ് നോ ക്വസ്റ്റൻ ഓഫ് കോംപ്രമൈസ്. ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം നിർവഹിക്കാൻ ദൈവത്തിൻ്റെ മാർഗമല്ലാതെ പിശാചിൻ്റെ മാർഗം കൂട്ടുപിടിക്കുന്നത് അത് മാർഗം എപ്പോഴും എന്തായിരിക്കണം? സംശുദ്ധമായിരിക്കണം. മാർഗം എപ്പോഴും എന്തായിരിക്കണം? സംശുദ്ധമായിരിക്കണം. ഒരാളിങ്ങനെ എന്നോട് പറഞ്ഞു, എടാ നമുക്കിപ്പോൾ സുവിശേഷ വേലയ്ക്കാണെങ്കിൽ പൈസ വേണ്ട, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സാത്താൻ പൈസ തന്നാലും ഞാൻ വാങ്ങിക്കുമെന്ന്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി സാത്താൻ പൈസ തരത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ സാത്താൻ്റെ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒട്ട് സുവിശേഷ വേല ചെയ്യത്തുമില്ല. സുവിശേഷ വേലയ്ക്ക് സാത്താൻ്റെ പൈസ തന്നാലും വാങ്ങിക്കുമെന്ന് പറയുന്നത് എന്തോ ഒരു തോന്നിയവാസമാണ് പറയുന്നത്. പക്ഷെ കർത്താവ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് യു ഷാൽ വർഷിപ്പ് യുവർ ഗാഡ് ലോർഡ് ആൻഡ് ഹിം അലോൺ. എന്താണ് എഴുതിയിരിക്കുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിക്കണം, അവനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ കർത്താവ് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, ഐ ഹാവ് ഡിസൈഡഡ്, ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഹൗ ക്യാൻ ഐ ഫുൾഫിൽ ദ ടാസ്ക് ദാറ്റ് ഈസ് ബിഫോർ മീ, ദ മിഷൻ ദാറ്റ് ദ ഫാദർ ഹാസ് എൻട്രസ്റ്റഡ് അപ്പോൺ മീ. എന്നിൽ മേൽ പിതാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ എങ്ങനെ നിർവഹിക്കുന്നുള്ളത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഒന്ന്, ഞാൻ അത്ഭുതം കാണിച്ച് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്ത് ലോകത്തിൻ്റെ ഒരു മാർഗത്തിലൂടെ സാധാരണ രാജാക്കന്മാർ കൊടുക്കുന്നത് പോലെ സമ്മാനം കൊടുത്തല്ല ഞാൻ രാജ്യം സ്ഥാപിക്കുന്നത്. പ്രത്യുത സമ്മാനമല്ല, പ്രത്യുത എന്നെ തന്നെ നൽകിക്കൊണ്ടാണ്, ക്രൂശിക്കപ്പെട്ടുകൊണ്ടാണ്. ക്രൂശ് അവൻ ചൂസ് ചെയ്യുകയാണ്. രണ്ടാമത്, ജനങ്ങളുടെ മധ്യത്തിൽ ആള് കളിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളോട് ഇത് പ്രൊക്ലെയിം ചെയ്യാനായിട്ട് ഭൗമികമായ അല്ലെങ്കിൽ ലൗകികമായ ലോകത്തിൻ്റെ ഒരു മാർഗം തിരഞ്ഞെടുക്കാനായിട്ട് പിശാച് അവനെ പ്രലോഭിപ്പിക്കുന്നു. കർത്താവ് പറഞ്ഞു, നോ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പബ്ലിക്കാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമൊന്നും എനിക്ക് ഇല്ല. നമുക്കൊക്കെ ഉണ്ടാകാവുന്ന ടെംപ്റ്റേഷൻസാണിത്. ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നോർമലായിട്ടുള്ള കാര്യം. പക്ഷേ കർത്താവ് പറഞ്ഞു, നോ, ദാറ്റ് ഈസ് നോട്ട് മൈ വേ. അടുത്തതായിട്ട് എന്താണ് അവൻ പറയുകയാണ്? എന്താ? ഒരു കോംപ്രമൈസ്, ഒരു കൂട്ടുകൃഷി എന്ന് വേണേൽ പറയാം. പക്ഷേ കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല. ഐ വിൽ വർഷിപ്പ് ഗാഡ് മൈ ലോർഡ് ആൻഡ് ഹിം അലോൺ. നിന്റെ ദൈവമായ കർത്താവിനെ, അവനെ മാത്രമേ നമസ്കരിക്കാവൂ. യേശു കർത്താവിൻ്റെ ഒരു തീരുമാനം അതാണ്. വേറെ യാതൊന്നും അതിനകത്തേക്ക് കൂട്ടിച്ചേർക്കുന്നില്ല. നമ്മളൊക്കെ പലപ്പോഴും കുറച്ച് ലൗകികതയും കുറച്ച് ബുദ്ധിയും കുറച്ച് ദൈവനിയോഗവും എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ യേശു കർത്താവ് പറഞ്ഞു, അവനെ മാത്രമേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നിയമം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൗത്യം നമ്മൾ നിർവഹിക്കുന്നതിനിടയ്ക്ക് നമുക്ക് എന്ത് കയറ്റാൻ പാടില്ല? നമ്മുടെ ബുദ്ധി കയറ്റാൻ പാടില്ല, പണം കയറ്റാൻ പാടില്ല. പ്രലോഭനങ്ങൾ ഒത്തിരി ഉണ്ടാകും. നമ്മളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇതൊന്നും ആവശ്യമില്ല. കാര്യം നാം നമസ്കരിക്കുന്ന ആരെ മാത്രമാകണം? യേശുവിനെ മാത്രമാകണം, കർത്താവിനെ മാത്രമാകണം, ദൈവത്തെ മാത്രമാകണം. എൻ്റെ ദൗത്യ നിർവഹണത്തിൽ വേറെ ഒന്നും അതിനോട് ചേർത്ത് കൂട്ടുപിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ യേശു കർത്താവിനെ പരിചയപ്പെടുത്തുന്നതായ മത്തായിയുടെ ആ 4 അധ്യായങ്ങളിലായിട്ട് വരുന്നത്, 1, പാപിക്ക് വിമോചനം നൽകാൻ വരുന്നവനായ കർത്താവ്. 2, രാജാവായി പിറന്നവൻ. അവൻ വീണ്ടെടുക്കുന്നവനാണ്. പക്ഷെ വീണ്ടെടുത്ത് വെറുതെ വിടുകയല്ല, സ്വതന്ത്രരായി വിടുകയുമല്ല, നമ്മളെ ഭരിക്കാൻ വേണ്ടി രാജാവായി പിറക്കുന്നവൻ. 3, രാജ്യത്തിൻ്റെ ആഗമനം. രാജ്യം വന്നു എന്നുള്ള എന്താണ് ഒരു പ്രൊക്ലമേഷൻ. യോഹന്നാനിലൂടെ രാജാവിന് മുന്നോടിയായി വരുന്ന യോഹന്നാൻ പറയുകയാണ്, ഇതാ രാജാവ് വന്നെത്തിയിരിക്കുന്നു, അവനെ കാണണമെങ്കിൽ ഇനി അവനെ നോക്ക്. രാജ്യത്തിൻ്റെ ആഗമനത്തിൻ്റെ കാഹളധ്വനി.
അടുത്തതായിട്ട് വിമോചകനായി വന്ന യേശു പാപിക്ക് വിമോചനം നൽകാൻ രാജാവായി പിറന്നവൻ, രാജ്യത്തിൻ്റെ ആഗമനത്തിൻ്റെ കാഹളധ്വനി. അടുത്തതായിട്ട് എങ്ങനെയുള്ള രാജാവാണ് താൻ എന്ന് അവൻ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. എങ്ങനെ? നമ്രശിരസ്കനായി വെള്ളത്തിലിറങ്ങി ലോകത്തിന് തന്നെ വെളിപ്പെടുത്തുന്നവനായ മശിഹ. അത് ദൈവത്തിന് പ്രസാദകരമായി. കാരണം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് ദൈവികമായ എല്ലാ സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് ഉപയോഗിച്ച് ഒരു രാജാവാകുവാനല്ല കർത്താവ് തീരുമാനമെടുത്തത്. പ്രത്യേകത എന്താണ്? ആസ് എ മാൻ, സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായിക്കൊണ്ട് ആത്മാവ് അവൻ്റെ മേൽ ആവാസം ഉറപ്പിച്ചു എന്ന് തന്നെയല്ല, പിതാവ് സംതൃപ്തിയോടെ അവന് ആശിഷ വചനങ്ങൾ നൽകുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിക്കുന്നു. തൻ്റെ രാജ്യരൂപീകരണത്തിന്, അഥവാ എങ്ങനെയുള്ള രാജ്യമാണ് താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വ്യാപിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മാർഗം എന്തായിരിക്കണം, തൻ്റെ ദൗത്യത്തിൻ്റെ നിറവേറ്റലിൻ്റെ മാർഗം എന്തായിരിക്കണമെന്ന് യേശു തീരുമാനമെടുക്കുന്നു. അതാണ് നമ്മൾ യേശുവിൻ്റെ പ്രലോഭനങ്ങളുടെ ചരിത്രത്തിലൂടെ കാണുന്നത്. ഇനി അടുത്തതായിട്ട് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ രാജ്യം സ്ഥാപിക്കാൻ പോകുകയാണെങ്കിൽ അവന് ചില കൂട്ടുപ്രവർത്തകരെ വേണം. He cannot do it by himself. Of course he can, but that is not a godly way. He was ready to accept many people to be with him. അവനോട് കൂടെ കൂടുതൽ ആളുകളെ സ്വീകരിക്കാൻ അവൻ തയ്യാറായിരുന്നു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് കൂട്ടാളികളെ തിരക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ, അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയാസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. അവർ ഉടനെ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. നോക്ക്, അവൻ രാജാവാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ പ്രവർത്തന മുന്നേറ്റത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യുകയാണ്? കൂട്ടാളികളെ ചേർക്കുകയാണ്. അങ്ങനെ കൂട്ടാളികളെ ചേർത്ത് ഈ ഭാഗം നമ്മൾ മറ്റ് ഭാഗങ്ങളിലൊക്കെ മർക്കോസിൻ്റെ സുവിശേഷത്തിലും എല്ലാം നമ്മളത് കാണുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. അവൻ പിന്നെയും കടൽക്കര ചെന്നു. പുരുഷാരമൊക്കെ അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരെ ഉപദേശിച്ചു. പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായിയുടെ മകനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ചുങ്കക്കാരും പാപികളും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു. ഇപ്പം നോക്കുക, അവനെ അനുഗമിച്ചവർ അനേകർ ആയിരുന്നു. നോക്കുക, ഹി വാസ് ഇൻവൈറ്റിംഗ് പീപ്പിൾ ടു ബി വിത്ത് ഹിം. ഇൻവൈറ്റിംഗ്, അവനോട് ചേർന്ന് വരുവാനായിട്ട്, അല്ലെങ്കിൽ അവൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു? ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ ശിഷ്യന്മാരെ അല്ലെങ്കിൽ തന്നോടുകൂടെ ഇരിക്കാനായിട്ട് ആളുകളെ തിരഞ്ഞെടുത്തതിന് ശേഷമാണ്, അതിനോട് അനുബന്ധമായിട്ടാണ് വാസ്തവത്തിൽ നമ്മൾ ഈ സെർമൺ ഓൺ ദ മൗണ്ട് നമ്മൾ കാണുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു. അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചു. അവർ ആരെന്നാൽ, പത്രോസ് എന്ന് അവൻ പേർ വിളിച്ച ശിമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയാസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലമായി, മത്തായി, തോമസ്, അൽഫായുടെ മകൻ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിൻ്റെ സഹോദരനായ യൂദ, ദ്രോഹിയായി തീർന്ന ഇസ്കറിയാത്ത് യൂദ എന്നിവർ തന്നെ. അവൻ അവരോടുകൂടെ ഇറങ്ങി സമഭൂമിയിൽ നിന്നു. അവൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടവും യഹൂദിയയിൽ എല്ലായിടത്തു നിന്നും യെരുശലേമിൽ നിന്നും സോർ, സീദോൻ എന്ന സമുദ്രതീരങ്ങളിൽ നിന്നും അവൻ്റെ വചനം കേൾപ്പാനും രോഗശാന്തി കിട്ടുവാനും വന്ന ബഹുപുരുഷന്മാരും ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും സൗഖ്യം പ്രാപിച്ചു. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട എല്ലാവരെയും സൗഖ്യമാക്കുകൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. നോക്ക്, യേശു കർത്താവ് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്. ബഹുപുരുഷാരം അവൻ്റെ അടുത്ത് എന്തിനു വേണ്ടി വന്നു? രോഗസൗഖ്യം കിട്ടാനായിട്ടൊക്കെ വന്നു. അവർക്കൊക്കെ അവൻ രോഗസൗഖ്യം കൊടുത്തു, അതൊക്കെ ചെയ്തു. അവൻ്റെ മനസ്സിൽ അവൻ കാര്യങ്ങളൊക്കെ ചെയ്തു.
പക്ഷെ ഗിരിപ്രഭാഷണം എന്ന് മത്തായിയുടെ പുസ്തകത്തിൽ വായിക്കുന്നത് ഇവിടെ എന്താണ്? സമഭൂമിയിൽ വെച്ച് അവൻ പറയുന്ന ഭാഗമാണ്. ആ ഗിരിപ്രഭാഷണം തുടങ്ങുമ്പോൾ അവൻ പുരുഷാരത്തെ മൊത്തമായിട്ട് അഭിസംബോധന ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ആരെ നോക്കുകയാണ്? അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. അപ്പോൾ ഈ സെർമൺ ഓൺ ദ മൗണ്ട് അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ആർക്കുള്ള സന്ദേശമാണ്? ശിഷ്യന്മാർക്കുള്ള സന്ദേശമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് എ മെസ്സേജ് ഫോർ ദ ഡിസൈപ്പിൾസ്. അല്ലെങ്കിൽ യേശുവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ളവർക്കുള്ള ഒരു എലിജിബിലിറ്റി കോഴ്സ്, എലിജിബിലിറ്റി ഒന്നുമല്ല, അല്ലെങ്കിൽ എന്താണ് അതിന് അങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ ശിഷ്യന്മാരാകുമെന്നല്ല, അതല്ല പറയുന്നത്. ഇറ്റ് ഈസ് പ്രൈമറിലി എ മെസ്സേജ് ഫോർ ദ ഡിസൈപ്പിൾസ്. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തൂടെ വായിച്ചത്. എന്ത്? അവൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. പ്രാർത്ഥനയോടുകൂടെ അവൻ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. പിറ്റേ ദിവസം അവൻ ശുശ്രൂഷയിലെല്ലാം ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിലും ശിഷ്യന്മാരെ നോക്കിയാണ് അവൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ബാക്കിയുള്ളവർ ഒരു പക്ഷേ ഓവർ ഹിയർ ചെയ്ത് കാണും. പക്ഷേ ബേസിക്കലി ദിസ് മെസ്സേജ് ഈസ് ഫോർ ദ ഡിസൈപ്പിൾസ്. നമ്മൾ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായ അടിസ്ഥാന ഘടകങ്ങൾ ഇതാണ്. ഒന്ന്, യേശുവിനെ അറിഞ്ഞിട്ട് മാത്രമേ യേശുവിൻ്റെ ഉപദേശങ്ങളെ അറിയാൻ കഴിയത്തുള്ളൂ. യേശു ആരാണ് എന്നുള്ളത് നമ്മൾ അറിയണം. യേശു ആരാണ് എന്നാണ് മത്തായി 1 മുതൽ 4 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് മനസ്സിലാക്കത്തക്ക നിലയിൽ ഒരു വളരെ ലളിതമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. 1, അവൻ വിമോചകനാണ്. 2, അവൻ വിമോചകൻ മാത്രമല്ല, അവൻ രാജാവാണ്. 3, അവനൊരു രാജ്യമുണ്ട്, ആ രാജ്യത്തിൻ്റെ പ്രഘോഷകനായി യോഹന്നാൻ വന്നിരിക്കുകയാണ്. 4, ഈ രാജ്യത്തിൽ വരുന്ന രാജാവ് എങ്ങനെയുള്ള രാജാവാണെന്ന് അവൻ തൻ്റെ സ്നാനത്തിലൂടെ കാണിച്ചു കൊടുത്തു. നമ്രശിരസ്കനായി ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ എല്ലാ ഉന്നതമായ അവസ്ഥയോടുകൂടെ അല്ല, പ്രത്യുത ഹി വാസ് കമ്മിങ് ഡൗൺ. അവൻ താഴേക്ക് ഇറങ്ങി വന്ന താഴ്ചയുള്ളവനായ, താഴ്ച വന്നവനായ യേശു. അങ്ങനെയാണ് അവൻ ഒരു വ്യത്യസ്തനായ രാജാവാണ്. അടുത്തത്, അവൻ്റെ ടെംപ്റ്റേഷൻസിലൂടെ അവൻ എങ്ങനെയാണ് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത്, അഥവാ പിതാവ് അവനെ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം എങ്ങനെ നിർവഹിക്കണമെന്നുള്ള തീരുമാനം അവൻ എടുക്കുകയാണ്. പിശാച് അവനോട് പറഞ്ഞു, അപ്പം കൊടുത്ത് നീ രാജ്യം സ്ഥാപിക്കാൻ. കർത്താവ് പറഞ്ഞു, അപ്പം കൊടുത്തിട്ടല്ല ഞാൻ രാജ്യം സ്ഥാപിക്കുന്നത്, ഞാൻ എന്നെ തന്നെ കൊടുത്തുകൊണ്ടാണ് രാജ്യം സ്ഥാപിക്കുന്നത്. പിശാച് അവനോട് പറഞ്ഞു, നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരെ കാണിക്കാനായിട്ട് നീ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ താഴോട്ട് ചാട്. പക്ഷെ കർത്താവ് പറഞ്ഞു, അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പാകെ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി പരസ്യപ്പെടുത്താനുള്ള ഒരു പദ്ധതികളും ഒരു ഗിമ്മിക്സും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുകയില്ല. വീണ്ടും പിശാച് അവനോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യുക, നീ വെറുതെ ക്രൂശിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നീ എൻ്റെ കൂടെ കൂടുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിത് ഭരിക്കാം. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാമെന്ന് എഴുതിയിരിക്കുന്നു. ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് ഒരു മാർഗമുണ്ട്. ആ മാർഗം അവൻ തീരുമാനമെടുക്കുകയാണ്. അത് ക്രൂശിൻ്റെ മാർഗമാണ്, അല്ലാതെ അത്ഭുതങ്ങളുടെ മാർഗം അല്ല. എന്നിട്ട് രാജ്യസ്ഥാപനത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യുകയാണ്? കൂട്ടാളികളെ തിരഞ്ഞെടുക്കുകയാണ്. ആ കൂട്ടാളികളായ അവൻ്റെ ശിഷ്യന്മാർക്ക്, 12 പേർക്ക് മാത്രമല്ല, ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി കൂട്ടാളികളാക്കിയിരിക്കുന്ന ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്കുൾപ്പെടെയുള്ള എല്ലാവർക്കും ബാധകമായതാണ്, അവർക്ക് വേണ്ടിയുള്ളതാണ് ഗിരിപ്രഭാഷണം.